السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തെ ആശിച്ചുകൊണ്ട് നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പും മറ്റിതര ഇബാദത്തുകളുമൊക്കെ അല്ലാഹു തആല നമ്മളിൽ നിന്നും കരുണയോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ. അതിലെന്തെങ്കിലും അപാകതകളോ പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അള്ളാഹു നമുക്കത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അവൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളോടൊപ്പം ഉയർത്തെഴുന്നേൽക്കപ്പെടുവാൻ നമ്മുടെ അമലുകളെ അള്ളാഹു സബബായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അനുഗ്രഹീത മാസത്തിൻ്റെ ആദ്യഘട്ടം അവസാനിക്കുകയാണ്. അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുകയുമാണ്. റമദാനിൻ്റെ ആദ്യ ഭാഗം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും അടിമകൾക്ക് റഹ്മത്ത് നൽകപ്പെടുന്ന നാളുകളായിരുന്നു. കാരുണ്യത്തെ അടിമകൾക്കായി വകവെച്ചു കൊടുക്കുന്ന നല്ല ദിവസങ്ങളായിരുന്നു. ഇനിയുള്ള 10 ദിവസക്കാലത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്ഫിറത്തിൻ്റെ 10 ദിനങ്ങളെന്ന് പരിചയപ്പെടുത്തി. പാപമോചനത്തിൻ്റെ ദിവസങ്ങൾ, പശ്ചാത്താപത്തിൻ്റെ നാളുകൾ. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയും അനുഗ്രഹത്തെയും നല്ലതുപോലെ അറിയുകയും അത് നേടിയെടുക്കുന്നതിനുള്ള അധ്വാനത്തിലായി ജീവിതത്തെ വിനിയോഗിക്കുകയും ചെയ്യണം എന്നതായിരുന്നു ആദ്യ 10 നമ്മളുടെയൊക്കെ ബാധ്യത. ആ ദിനരാത്രങ്ങൾ നമ്മോട് വിട ചോദിക്കുമ്പോൾ എത്ര കണ്ട് ആ രംഗത്ത് നമ്മൾ പൂർണ്ണരായി, അല്ലെങ്കിൽ എത്രത്തോളം നമുക്കത് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് വളരെ ആത്മാർത്ഥമായി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ആ അവലോകനത്തിൽ നിന്നും വിലയിരുത്തലിൽ നിന്നും
ഇനി ബാക്കി അവശേഷിക്കുന്ന നാളുകളെയും നന്നായി ഉപയോഗപ്പെടുത്താനുള്ള ആവേശം ആർജിച്ചെടുക്കുകയും ചെയ്യണം. കഴിഞ്ഞതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയും വരുന്നതിലേക്ക് തയ്യാറെടുപ്പുകൾ നടത്തുകയും കിട്ടിയ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യലാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷണമായി പറയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യത്തെ 10 നഷ്ടപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ആ ദിവസങ്ങളിലെ അമലുകളിൽ, ഇബാദത്തുകളിൽ, തൗബയിൽ, പശ്ചാത്താപത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനെ പറ്റി അനുയായികൾക്ക് പഠിപ്പിച്ചപ്പോൾ, അല്ലാഹു തന്നെ അവൻ്റെ പരിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അവൻ്റെ അടിമകൾക്ക് പരിചയപ്പെടുത്തിയപ്പോൾ എപ്പോഴും റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ മുഖത്തോടു കൂടിയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു കരുണയുള്ളവനാണ്, കാരുണ്യവാനാണ്. അവന് മറ്റൊരുപാട് സിഫത്തുകളുണ്ട്, വിശേഷണങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്, കഴിവുകളുണ്ട്. എന്നാൽ അതിനെയൊക്കെ കവച്ചു വെക്കുന്ന തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുകയും സ്വന്തത്തിൽ നിർബന്ധമാക്കുകയും ചെയ്ത വളരെ വിശേഷപ്പെട്ട ഒരു ഗുണമാണ്, സിഫത്താണ് റഹ്മത്ത് എന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടു. എന്തിനാണ് അപ്രകാരം അല്ലാഹു ആവർത്തിച്ച് അവൻ്റെ അടിമകളെ ബോധ്യപ്പെടുത്തുന്നത്? നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, എൻ്റെ അടിമകളോട് അത് പറഞ്ഞു കൊടുക്കണം നബി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഉണർത്തിക്കൊടുക്കണം. കാരുണ്യവാനായ അല്ലാഹുവിനെ പരിചയപ്പെടാനും അവൻ്റെ കരുണയിലേക്ക് ചെന്നു ചേരാനുള്ള ആവേശത്തിൽ അടിമകളുടെ ജീവിതത്തെ പക്വപ്പെടുത്താനും ചിട്ടപ്പെടുത്താനുമാണ് അല്ലാഹു തആല ആ മുഖത്തോടു കൂടി മനുഷ്യർക്ക് അവനെ പരിചയപ്പെടുത്തുന്നത്. വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഇന്നാ ഹുദ്നാ ഇലൈക قال عذابي يصيب به من أشاء ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون واكتب لنا في هذه الدنيا حسنة واكتب لنا في هذه الدنيا حسنة الله ഞങ്ങൾക്ക് ഈ ഭൗതിക ജീവിതത്തിൽ നീ നന്മ നിശ്ചയിക്കണമേ, നന്മ എഴുതി തരണമേ. ഞങ്ങളുടെ ഭൗതികമായ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, എല്ലാ രംഗങ്ങളിലും, എല്ലാ തുറകളിലും നല്ലത് മാത്രം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണം. നല്ലതിനെ മാത്രം ഞങ്ങൾക്ക് വേണ്ടി നീ തീരുമാനിക്കുകയും വേണം. വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയ ഹസന. ഇവിടെ മാത്രം നല്ലത് കിട്ടിയാൽ പോരാ, വഫിൽ ആഖിറ, പരലോകത്ത് ഞങ്ങൾക്ക് നല്ലത് കിട്ടണം. നല്ലത് എന്ന് ഖുർആൻ പറയുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ നല്ലതിനെ സംബന്ധിച്ച് കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് ചിത്രങ്ങളും രൂപങ്ങളുമുണ്ട്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അവൻ അറിയുകയും പഠിക്കുകയും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള നന്മകളുണ്ട്, നല്ലത്. അതൊക്കെ അതിന്നതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അള്ളാഹു ആ നന്മകൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ മാത്രം അങ്ങനത്തെ നന്മ കിട്ടിയാൽ പോരാ, വഫിൽ ആഖിറത്തി, പരലോകത്തും അങ്ങനെ നന്മ നിറഞ്ഞ ഒരു ജീവിതം നീ ഞങ്ങൾക്ക് നൽകണമേ. അതിനാണല്ലോ വാസ്തവത്തിൽ ഈ അടിയാറുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥന പോലെ തന്നെ അവരുടെ പരമപ്രധാന ലക്ഷ്യവും അത് തന്നെയാണ്. ദുനിയാവിലും രക്ഷ കിട്ടണം, ആഖിറത്തിലും രക്ഷ കിട്ടണം. ദുനിയാവിലും നന്മ കിട്ടണം, ആഖിറത്തിലും നന്മ കിട്ടണം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന. നമുക്കൊക്കെ സുപരിചിതമായ, ഒരുപക്ഷെ മറ്റ് ദുആക്കളൊന്നും അറിയില്ലെങ്കിൽ പോലും സാധാരണ മുസ്ലിമീങ്ങൾക്ക് പാഠമുള്ള, അറിയുന്ന ഒരു പ്രാർത്ഥന, ഒരു ദുആ, ഏറ്റവും അർത്ഥവത്തായ ഒരു പ്രാർത്ഥന, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന. ലളിതമായ നിലയിൽ അള്ളാഹുവിനോട് അവൻ്റെ അടിമ സമർപ്പിക്കുന്ന ഒരപേക്ഷ, എനിക്ക് ദുനിയാവിലും ഹസനത്ത് കിട്ടണം, നന്മ കിട്ടണം, ആഖിറത്തിലും നന്മ കിട്ടണം. നേരത്തെ ഓതിയ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തെ പറഞ്ഞുകൊണ്ട്
അതിനോടനുബന്ധമായ നിലയിൽ സൂചിപ്പിക്കുന്ന ഒരു പൊതു തത്വം അള്ളാഹു പറയുന്നു, വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഇന്നാ ഹുദനാ ഇലൈക് ഖാല അദാബി ഉസീബു ബിഹി മൻ അശാ വറഹ്മതി വസിഅത് കുല്ല ഷൈ. ഒരു പൊതുവായ തത്വത്തെ പടച്ചവൻ അവൻ്റെ അടിയാറുകൾക്ക് കേൾപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. അദാബി ഉസീബു ബിഹി മൻ അശാ, എൻ്റെ ശിക്ഷ, എൻ്റെ കോപം, എൻ്റെ അടിമകളോടുള്ള എൻ്റെ ആ നിലയിലുള്ള നയവും നിലപാടും പെരുമാറ്റ ശൈലിയും, അതിൽ അള്ളാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന അവൻ്റെ നയം എന്താണ്, തീരുമാനം എന്താണെന്ന് വെച്ചാൽ അദാബി ഉസീബു ബിഹി മൻ അശാഉ, എൻ്റെ അദാബ് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ മാത്രം, അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കുകയും മാർക്ക് ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ മാത്രം ബാധിക്കുന്നതാണ് എൻ്റെ അദാബ്. എന്നാൽ വറഹ്മതി വസിഅത് കുല്ല ഷൈ, വറഹ്മതി വസിഅത് കുല്ല ഷൈ, എൻ്റെ കാരുണ്യമാകട്ടെ, കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം വസിഅത് കുല്ല ഷൈ, അതെല്ലാ വസ്തുക്കളിലും പൊതുവാണ്, എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുകയാണ്, എല്ലാ വസ്തുക്കളെയും അത് ബാധിക്കുകയും ചെയ്യുന്നു. എല്ലാ വസ്തുക്കളും എന്ന് പറയുമ്പോൾ മനുഷ്യർ മാത്രമല്ല, ജിന്നുകൾ മാത്രമല്ല, ബാക്കിയുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു. എത്രത്തോളം എന്നാൽ അള്ളാഹു തന്നെ നിഷിദ്ധമാക്കുകയും നജസാക്കുകയും ചെയ്ത വിഭവങ്ങളിൽ പോലും അവൻ്റെ കാരുണ്യത്തെ പടച്ചവൻ ആവശ്യത്തിനനുസരിച്ചിട്ട് വിതരണം ചെയ്യുന്നു എന്ന് ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പട്ടിയും പന്നിയും ഒക്കെ നജിസായി വിശ്വസിച്ചു പോരുന്നവരാണ്. പക്ഷെ ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളാണ്. അതിനോടുമുണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള കാരുണ്യം. അതിനെയും അള്ളാഹു തആല കരുണ കൊടുത്ത് പോറ്റി വളർത്തുകയാണ്. അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ചില വിഭവങ്ങളുണ്ട്. അത് ഉപയോഗിക്കുന്നത് നിഷിദ്ധമാണ്. അത് തൊട്ടാൽ നമ്മുടെ ശരീരം അശുദ്ധമാവുകയും നജസാവുകയും ചെയ്യും. മദ്യം പോലെയുള്ള വിഭവങ്ങൾ. പക്ഷെ ഇതിനെയും പടച്ചവൻ അള്ളാഹുവാണ്, അതിനെയും പോറ്റുന്നവൻ അള്ളാഹുവാണ്, അതിനെയും സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്. ജന്തുജാലങ്ങളിൽ മനുഷ്യർക്കോ അല്ലെങ്കിൽ മറ്റിതര സൃഷ്ടിജാലങ്ങൾക്കോ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്ത്, കാരുണ്യം ഇങ്ങനെ വകവെച്ചു കൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിശാലമായ നിലയിൽ. ആ കാരുണ്യത്തെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം നിങ്ങൾക്ക് അനുവദിച്ച് നൽകുമ്പോൾ അതിനെ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് പറയാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വിശാലമാണ് എൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന വചനത്തിൽ ഇപ്രകാരം തങ്ങൾ അരുളുകയുണ്ടായി, ഇന്നല്ലാഹ തആല ഹീന ഖലഖൽ ഖൽഖ് കതബ ബിയദിഹി അലാ നഫ്സിഹി ഇന്ന റഹ്മതി ഗലബത് ഗളബി ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈ സൃഷ്ടിജാലങ്ങളെയൊക്കെ പടയ്ക്കുമ്പോൾ, ഈ ഭൂമിയിലെ വിഭവങ്ങളൊക്കെ അള്ളാഹു തആല സൃഷ്ടിക്കുമ്പോൾ, ആ സൃഷ്ടികർത്തൃത്വത്തിന് നേതൃത്വം നൽകുന്ന ആ നേരത്ത് അള്ളാഹുവിൻ്റെ സ്വന്തമായ ഒരു തീരുമാനം അടിമകൾക്ക് വേണ്ടി ഇങ്ങനെ പ്രഖ്യാപിക്കുകയുണ്ടായി, കതബ അലാ നഫ്സിഹി ബിയദിഹി, സ്വന്തം കൈകൊണ്ട് അള്ളാഹു സ്വന്തം മേനിയിൽ എഴുതി വെച്ചു. സ്വന്തം കൈകൊണ്ട് സ്വന്തം മേനിയിൽ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മെനഞ്ഞാന്ന് സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഇത്തരം വാക്കുകൾക്കും പ്രയോഗങ്ങൾക്കും നമുക്ക് പരിചിതമായ അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ ശ്രമിക്കാതിരുന്നാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വന്തം കൈകൊണ്ട് സ്വന്തം മേനിയിൽ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ആധികാരികമായ നിലയിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രൂപത്തിൽ അള്ളാഹു തആല ഒരു വലിയ തത്വത്തെ തീരുമാനമായി പ്രഖ്യാപിക്കുകയാണ്. എന്താ ആ തത്വം? ഇന്ന റഹ്മതി ഗലബത്ത് ഗളബി, എൻ്റെ കോപം അത് എത്രത്തോളം വലുതായി നിങ്ങൾക്ക് തോന്നിയാൽ പോലും അതിനൊക്കെ കവച്ചു വെക്കുന്നതും അതിനെയൊക്കെ മറികടക്കുന്നതുമായ തരത്തിൽ എൻ്റെ കാരുണ്യത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുകയാണെന്ന് പടച്ചവൻ ഒരു തീരുമാനം കൈക്കൊണ്ടു. അള്ളാഹുവിൻ്റെ കാരുണ്യം എത്രത്തോളമാണ്, റഹ്മത്ത് എത്രത്തോളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു വചനത്തിൽ തങ്ങൾ ഇപ്രകാരം അരുളി, ലൗ യഅലമുൽ കാഫിറു മാ ഇൻദല്ലാഹി മിനർ റഹ്മ മാ ഖനത അഹദുൻ മിനൽ ജന്നഹ മാ ഖനത മിനൽ ജന്നതി അഹദുൻ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗ യഅലമുൽ കാഫിറു മാ ഇൻദല്ലാഹി മിനർ റഹ്മ, അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അള്ളാഹുവിൻ്റെ പക്കൽ അടിമകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന റഹ്മത്തിനെ കുറിച്ചിട്ട് ഒരു അവിശ്വാസി അറിഞ്ഞിരുന്നുവെങ്കിൽ, ഒരു കാഫിർ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലൗ യഅലമുൽ കാഫിർ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ ഖനത മിനൽ ജന്നതി അഹദുൻ, സ്വർഗത്തിൽ നിന്നും അതിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും ഒരാളും നിരാശപ്പെടുമായിരുന്നില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ
ലൗ യഅലമുൽ കാഫിറു മാ ഇൻദല്ലാഹി മിനർ റഹ്മ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാഫിർ അറിഞ്ഞിരുന്നെങ്കിൽ തന്നെ അവനും അള്ളാഹുലേക്ക് വരുമായിരുന്നു. അവൻ ഒരുക്കി വച്ചിരിക്കുന്ന കാരുണ്യത്തെ വാങ്ങിയെടുക്കാൻ തൽപരനായിക്കൊണ്ട് അവനും കടന്നു വരുമായിരുന്നു. സ്വർഗത്തെ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന റബ്ബിന്റെ ആ നിഅമത്തുകളും അനുഗ്രഹങ്ങളും അറിഞ്ഞാൽ അതിലേക്കൊരു കാഫിർ പോലും വന്നെത്തുമായിരുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധ റമളാനിൽ ജീവിച്ചിരിക്കാൻ അവസരം കിട്ടിയ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, എങ്ങനെയാണ് നമ്മൾ ഈ ഹദീസിനെ മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്? അള്ളാഹുവിനെ അറിയുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ കരുണയെ സംബന്ധിച്ചിട്ട് അല്പസ്വല്പമെങ്കിലും പറഞ്ഞു കേൾക്കുകയും ചെയ്തിട്ടുള്ള ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവര് അത് നന്നായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന കാരുണ്യവും റഹ്മത്തും അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉറക്കമൊഴിയാൻ മടിക്കുമായിരുന്നില്ല. ഇബാദത്തുകളിലായി നമ്മുടെ ശരീരത്തിന് വരുന്ന ക്ഷീണം ഒരിക്കലും നമ്മളെ അലട്ടുമായിരുന്നില്ല, അലസരാക്കുമായിരുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടതുപോലെ ഈ പറയുന്ന അനുഗ്രഹത്തെ നേടിയെടുക്കാൻ കഴിയാതെ പോകുന്നത്? നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചും അവന്റെ കാരുണ്യത്തെ സംബന്ധിച്ചിട്ടും മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നതാണ്. ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയി എന്നതാണ്. അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കാരുണ്യത്തിന്റെ, റഹ്മത്തിന്റെ, റമളാനിന്റെ ആ ആദ്യ ദിനരാത്രങ്ങൾ ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇനിയുള്ളത് മഗ്ഫിറത്തിന്റെ 10 ദിവസങ്ങളാണ്, പശ്ചാത്താപത്തിന്റെ 10 ദിവസങ്ങളാണ്. കാരുണ്യവാനായ അള്ളാഹുവിന്റെ സന്നിധിയിൽ നമ്മളെ സംബന്ധിച്ചിട്ട്, നമ്മൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ട് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ആ നാളിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തീരുമാനം നമുക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്ന വെപ്രാളം എല്ലാ മനുഷ്യരുടെ മനസ്സിലും ഉണ്ടാകേണ്ടതാണ്, എല്ലാ മുസ്ലിമിന്റെ മനസ്സിലും ഉണ്ടാകേണ്ടതാണ്. എങ്ങാനും നമ്മളുടെ പ്രവൃത്തി ദൂഷ്യത്തിന്റെ പേരിൽ പടച്ചവന്റെ മുമ്പിലുള്ള ലിസ്റ്റിൽ നമ്മെ സംബന്ധിച്ചിട്ട് മോശപ്പെട്ടവരെന്ന് വിധി എഴുതി പോയാൽ ആ വിധിയെ മായ്ക്കാനും അല്ലെങ്കിൽ ആ വിധിയെ തിരുത്താനുമുള്ള ഒരു വേദി അള്ളാഹു നമുക്ക് ഒരിക്കൽ കൂടി അനുവദിച്ചു തരും പോലെയാണ്. ഒരിക്കൽ കൂടി അവസരം തുറന്നു തരികയാണ് അള്ളാഹു താല. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപമോചനം എന്നാണ് നമ്മൾ അർത്ഥം വെക്കാറുള്ളത്. മഗ്ഫിറത്ത് എന്ന് പറയുമ്പോൾ അനുസരണയോടുകൂടി ജീവിക്കേണ്ട അടിമ കാട്ടിപ്പോയ അനുസരണക്കേടിനെ സംബന്ധിച്ചിട്ട് സ്വയം സമ്മതിക്കുകയും അവന്റെ സന്നിധിയിൽ ചെന്നെത്തിക്കൊണ്ട് അതിനെ സംബന്ധിച്ച് പശ്ചാത്തപിക്കുകയും ഖേദപ്രകടനം നടത്തുകയും ചെയ്യുന്നതിനാണ് മഗ്ഫിറത്തിന് വേണ്ടിയുള്ള അധ്വാനമായി വിശുദ്ധ ശരീഅത്ത് നമ്മെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഇനിയുള്ള 10 നാളുകൾ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുകയും സമയത്തെ പരിപൂർണമായ നിലയിൽ ഈ ഒരു കർമ്മത്തിന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യണമെന്നാണ് ശരീഅത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന കേവലാർത്ഥത്തിലുള്ള ചില്ലറ വാക്കുകൾ പറഞ്ഞതിന്റെ പേരിൽ മാത്രം മഗ്ഫിറത്തിന്റെ 10 ദിവസത്തിൽ മുസ്ലിമീങ്ങൾ ആചരിക്കേണ്ട, അധ്വാനിക്കേണ്ട അധ്വാനം പൂർത്തിയാകുന്നില്ല, അവരുടെ ബാധ്യത തീരുന്നില്ല. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ദൂഷ്യത്തിന്റെ നേരെ അല്ലെങ്കിൽ കർമ്മദോഷത്തിന്റെ നേരെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനം ഒരു രാജാവിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ നമുക്കൊന്നും ഇങ്ങനെ ഒരു പക്ഷേ സുഖമായി ഇവിടെ ജീവിക്കാൻ തന്നെ കഴിയുമായിരുന്നില്ല. അള്ളാഹു അനുവദിച്ച ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച ഈ വിഭവങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് അവൻ തന്നുകൊണ്ടിരിക്കുന്ന വിഭവങ്ങളൊക്കെ ഭുജിച്ചുകൊണ്ടും ഭക്ഷിച്ചുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും അവന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി നടന്നു നീങ്ങുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വലൗല റഹ്മത്തുൻ മിനല്ലാഹി വറഹ്മത്തുൻ ഖൈറുൻ വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ലകുൻതും മിനൽ ഖാസിരീൻ. ഈ അടിയാറുകളെ നോക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വചനം, വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ലകുൻതും മിനൽ ഖാസിരീൻ. അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള കണക്കില്ലാത്ത ഔദാര്യവും അനുഗ്രഹവും എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ചെയ്തു പോയാൽ അതിനെ സംബന്ധിച്ചിട്ട് പുറത്തു കൊടുക്കാനുള്ള വിശാല മനസ്ഥിതിയും പടച്ചവനുള്ളത് കൊണ്ടാണ് നിങ്ങൾ എങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വലിയ നഷ്ടവാളികളായി മാറുമായിരുന്നു. ലകുൻതും മിനൽ ഖാസിരീൻ, നഷ്ടവാളികളായി മാറുമായിരുന്നു. സൂറത്തുൽ ബഖറയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല ഈ വചനം പറഞ്ഞ ഉടനെ തൊട്ടടുത്ത് പറയുന്ന വചനവും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഈ വാക്കിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ലകുൻതും മിനൽ ഖാസിരീൻ ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ഔദാര്യവും അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ നിങ്ങൾക്ക്
അണ പൊട്ടാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, നിലയ്ക്കാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വലിയ നഷ്ടത്തിൽ കുടുങ്ങിപ്പോകുമായിരുന്നു. ലകുൻതും മിനൽ ഖാസിരീൻ. വലഖദ് അലിംതും, കഴിഞ്ഞ കാല ചരിത്രത്തിന്റെ വരികൾ വായിച്ചാൽ നിങ്ങൾക്കറിയാൻ കഴിയും എൻ്റെ നയം എന്തായിരുന്നുവെന്ന്, ഞാൻ എങ്ങനെയാണ് പെരുമാറിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. വലഖദ് അലിംതുമുല്ലദീന യഅ്തദൂ മിൻകും ഫിസ്സബത്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ പ്രസംഗങ്ങളിലൂടെയോ ഖുർആനിന്റെ വാക്കുകൾ വായിച്ചതിലൂടെയോ മറ്റേതെങ്കിലും തരത്തിലോ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വലഖദ് അലിംതും, നിശ്ചയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അല്ലദീന അഅ്തദൂ മിൻകും, നിങ്ങൾക്ക് മുമ്പൊരു സമൂഹം, നിങ്ങൾക്ക് മുമ്പൊരു ജനത അതിര് കവിഞ്ഞപ്പോൾ, കുരുത്തക്കേട് കാണിച്ചപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ അവരോട് ഞാൻ എങ്ങനെയാണ് പെരുമാറിയതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അങ്ങനെ തന്നെ ഞാൻ നിങ്ങളോട് പെരുമാറിയിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമോ? സുഖമായി സ്വസ്ഥമായി കഴിഞ്ഞുകൂടാൻ കഴിയുമോ? കഴിയുമായിരുന്നില്ല. വലഖദ് അലിംതുമുല്ലദീന അഅ്തദൂ മിൻകും ഫിസ്സബത്, ആരായിരുന്നു ആ അനുസരണഘട്ട ജനത? പ്രധാനമായും അള്ളാഹു അത്തരത്തിൽ ഉപമയായി നമ്മളുടെ മുമ്പിൽ സമർപ്പിക്കാറുള്ളത് ഇസ്രായേൽ സന്തതികളെ സംബന്ധിച്ചിട്ടാണ്. ആരായിരുന്നു ആ ജനത? അല്ലദീന അഅ്തദൂ മിൻകും ഫിസ്സബതി, സബത്ത് എന്ന പേരിൽ അല്ലെങ്കിൽ ഷബ്ബത്ത് എന്ന പേരിൽ കഴിഞ്ഞകാല സമൂഹങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരുന്ന ഒരു ആരാധനാ കർമ്മമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആരാധനാ ദിനമുണ്ടായിരുന്നു, ശൈലി ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ജുമുഅ ദിവസത്തെ പ്രത്യേക ആരാധന അനുഷ്ഠിക്കാൻ വിധിക്കപ്പെട്ട സമുദായമായതുപോലെ ഇതിന് തൊട്ടു മുമ്പുള്ള ഒരു ജനതയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ശനിയാഴ്ച ദിവസത്തെ അത്തരം ആരാധനകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചു കൊടുത്തു. ആ ദിവസം മത്സ്യബന്ധനം നടത്തി ജീവിച്ചിരുന്ന പൊതുജനങ്ങളോട് അവരുടെ പ്രവാചകന്മാർ അല്ലെങ്കിൽ അവരിലെ പ്രബോധകന്മാർ, അവരിലെ പണ്ഡിതന്മാർ, ഇന്നത്തെ ദിവസം നിങ്ങൾ മീൻ പിടിക്കാനൊന്നും പോകരുത്, മീൻപിടുത്തം പാടില്ല, ഇന്ന് ഇബാദത്തിന് വേണ്ടി പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കണം എന്ന് പറഞ്ഞു. ഇന്ന് ഇബാദത്തിന് വേണ്ടി പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കണം എന്ന് പഠിപ്പിച്ചു. പടച്ചവന്റെ ഭാഗത്തു നിന്നും പ്രവാചകന്മാരിലൂടെ നൽകപ്പെടുന്ന ആ ദൗത്യത്തെ, സന്ദേശത്തെ, ഉപദേശത്തെ ആദ്യം ആളുകൾ ഉൾക്കൊണ്ടു, അതിനനുസരിച്ച് ജീവിച്ചു. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ചില്ലറ പുരോഗതിയും സാമ്പത്തിക ശേഷിയും ബുദ്ധിയും സാമർഥ്യവും ഒക്കെ കടന്നുകൂടിയപ്പോൾ അവർ കുറേശ്ശെ പടച്ചവനോട് വെല്ലുവിളി മുഴക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സാധാരണ സമൂഹത്തിന്റെ അധപതനത്തിന്റെ തുടക്കം. ആരംഭത്തിൽ എല്ലാവരും നല്ലവരായിരിക്കും, അനുസരണയുള്ളവരായിരിക്കും, അടങ്ങി ഒതുങ്ങി കഴിയും. പാലം കടക്കുവോളം നല്ലത് പറയും, പാലം കടന്നാൽ പിന്നെ വാക്കുകൾ മാറ്റി പറയും. അത് മനുഷ്യന്റെ പ്രകൃതിയാണ്. ഇങ്ങനെ സബത്തിന്റെ ദിവസത്തിൽ നല്ലത് ആചരിച്ചു കൊള്ളണമെന്ന് കൽപ്പിക്കപ്പെട്ടിരുന്ന ആ സമൂഹം അല്ലെങ്കിൽ ആ വിഭാഗം കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ആ പ്രവർത്തനത്തിൽ ചില്ലറ കുബുദ്ധികളൊക്കെ, കുരുട്ടുബുദ്ധികളൊക്കെ കടന്നുകൂടി. ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പാടില്ല എന്ന് പടച്ചവൻ പറഞ്ഞത് ഞങ്ങൾ സമ്മതിക്കാം, എന്നാൽ ശനിയാഴ്ച ദിവസം ഞങ്ങളുടെ കൺമുമ്പിൽ ഇങ്ങനെ ഒരുപാട് മീൻ കൂട്ടമായി വരുന്നത് കാണുമ്പോൾ എങ്ങനെയാണത് പിടിക്കാണ്ട് വിടുക? പടച്ചവനെ അനുസരിക്കുകയും വേണം, എന്നാൽ പട്ടിണി മാറുകയും വേണം, ആവശ്യം നടക്കുകയും വേണം. ഇതാണ് പലപ്പോഴും പടച്ചവന്റെ ഭാഗത്തുള്ള മനുഷ്യന്റെ മീതെയുള്ള പരീക്ഷണം. നമുക്കും അങ്ങനെ തന്നെയാണ്. നമ്മളോടും അള്ളാഹുവിന്റെ ഭാഗത്തുണ്ടാകുന്ന പരീക്ഷണം അത് തന്നെയാണ്. ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക, മറുഭാഗത്ത് മനുഷ്യന്റെ ആർത്തിയും ആവശ്യവും പൂർത്തീകരിക്കാനുള്ള വിഭവങ്ങളുമായി അവൻ സമീപിക്കുക. ഇവിടെ ആരുടെ ആവശ്യത്തിനാണ് അവൻ മുൻഗണന നൽകുന്നത് എന്ന് അല്ലാഹു തആല പരിശോധിക്കുന്നു. അത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, മുൻകഴിഞ്ഞ സമൂഹത്തോട് അല്ലാഹു നൽകിയിരുന്ന ആ കൽപ്പനയിൽ അന്നത്തെ ആളുകളുടെ കൂട്ടത്തിൽ നിന്നും ചില ആളുകൾ ചില തന്ത്രങ്ങൾ മെനഞ്ഞുണ്ടാക്കി. അവർ പറഞ്ഞു, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, മീൻ പിടിക്കുന്നില്ല. പിന്നെയോ ശനിയാഴ്ച ദിവസം ആകുന്നതിന് മുമ്പ് നമ്മൾ ചെറിയ കുഴികൾ ഉണ്ടാക്കുക, ആ കുഴികളിലേക്ക് മീൻ പിടിക്കാൻ അല്ലെങ്കിൽ മീൻ വളർത്തപ്പെടുന്ന മീൻ വരുന്ന ആ ജലാശയത്തിൽ നിന്നും ചാലിങ്ങനെ കീറി വെക്കുക. ഏതായിരുന്നാലും സാധാരണഗതിയിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യന്റെ ചില കുരുട്ടുബുദ്ധികളുണ്ട്. ആ കുരുട്ടുബുദ്ധികൾക്കനുസരിച്ചിട്ട് ആളുകളെ പറ്റിച്ച് ശീലമായാൽ പിന്നെ ആളുകളിൽ നിന്നും അങ്ങോട്ട് ഉയർന്നുയർന്ന് അള്ളാഹുവിനെ പോലും പറ്റിക്കുക എന്ന് പറയുന്നത് അവന് എളുപ്പമായി മാറും. അതൊരു സാധാരണ പതിവാണ്. ഇസ്രായേൽ സന്തതികളുടെ നാശത്തെ സംബന്ധിച്ചിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാടിടങ്ങളിൽ ആവർത്തിച്ച് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് മനുഷ്യ സഹജമായ ആ പ്രകൃതത്തെ മാറ്റിയെടുക്കാനും പടച്ചവന്റെ മുമ്പിൽ അടിമത്വത്തെ അംഗീകരിച്ചുകൊണ്ട് എൻ്റെ ബുദ്ധിയും എൻ്റെ യുക്തിയും എൻ്റെ കഴിവുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിമത്വത്തെ സ്വീകരിച്ച് കഴിഞ്ഞുകൂടാനുള്ള പ്രകൃതം വളർത്തിയെടുക്കാനും വേണ്ടിയുള്ള ഉപദേശം എന്ന നിലയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നബിമാരിലൂടെ നൽകിയ ആ കൽപ്പനകളെ ബുദ്ധിമാന്മാരെന്നോ അല്ലെങ്കിൽ സാമർഥ്യമുള്ളവരെന്നോ അവകാശപ്പെടുന്ന അന്നത്തെ ജനതയിലെ ചില ആളുകൾ മറികടക്കാൻ ശ്രമിച്ചു. ആ മറികടക്കലിന്റെ ഭാഗമായി
ഇന്നത്തെ ദിവസം ഞങ്ങൾ മീൻ പിടിക്കൂല, അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ മീനിനെ ഇങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ടുവരിക, എന്നിട്ട് ചാലിലൂടെ മീനൊക്കെ വന്നു നിന്നാൽ ഞങ്ങൾ തൽക്കാലം ആ ചാലിൻ്റെ കവാടം അടച്ചു വെക്കും. ശനിയാഴ്ച ദിവസം ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഞായറാഴ്ച രാവിലെ ആകുമ്പോൾ ഞങ്ങളുടെ ഈ കുഴിയിൽ വന്നുപെട്ടിരിക്കുന്ന മീനിനെ ഞായറാഴ്ച ദിവസം രാവിലെ ഞങ്ങൾ പോയി എടുക്കും. അപ്പോൾ പടച്ചവൻ പരാജയപ്പെട്ടു എന്നല്ലാതെ വേറെന്താ പറയാ അല്ലേ? ഞങ്ങൾ പടച്ചവനെ കളിപ്പിച്ചു, അവനെ ഞങ്ങൾ തോൽപ്പിച്ചു എന്നായി. നമ്മൾ ആലോചിച്ചാൽ ഉളക്ക വീണ് ചത്ത കോഴീൻ്റെ ഇറച്ചി കൂട്ടാമോ മുസ്ലിയാരെ എന്നൊക്കെ ചോദിക്കുന്നില്ല നമ്മൾ. ഒലക്ക വീണ് ചത്തുപോയ ഒരു കോഴിയുടെ ഇറച്ചി കൂട്ടാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ കൂട്ടാൻ പാടില്ല. കാരണം എന്താ? ചത്ത കോഴിയുടെ ഇറച്ചി മുസ്ലിമീങ്ങൾക്ക് ഹറാമാണ്. ചത്ത കോഴിയുടെ ഇറച്ചി മുസ്ലിമീങ്ങൾക്ക് ഹറാമാണ്. അറുത്ത കോഴീൻ്റെത് മാത്രമേ നമ്മൾ ഭക്ഷിക്കാൻ പാടുള്ളൂ. ചത്ത കോഴീൻ്റെ ഇറച്ചി ഭക്ഷിക്കേണ്ട അവസ്ഥ നാട്ടുകാർക്കുണ്ടാകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫത്വ അങ്ങനെയാണ്. അതേസമയത്ത് നമുക്ക് അങ്ങനെ ഒരു മസല വന്നാലോ നമ്മളെന്ത് ചെയ്യും? അതിന് മസലകൾ ഉണ്ടാക്കും. ഒലക്ക വീണ് ചത്ത കോഴീൻ്റെ ഇറച്ചി കൂട്ടാമോ മോദീനെ എന്ന് ചോദിക്കുന്ന സമൂഹത്തിന് നൽകുന്ന ഫത്വ ആയിരിക്കൂല നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന, നമ്മളുടെ സ്വന്തത്തിലുണ്ടാകുന്ന അവനവൻ്റെ ആവശ്യങ്ങൾക്ക് പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത്. ഒരാൾ ഈ നിലയിലൊക്കെ പ്രസംഗം നടത്തിയിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കേണ്ട നേരമായി. ഭാര്യ വിശപ്പിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്ന് വെച്ചു നോക്കുമ്പോൾ ഒരു ചോറും പരിപ്പ് കറിയും മാത്രമാണുള്ളത്. ചോറും പരിപ്പ് കറിയും മാത്രം. നല്ല വിശപ്പുള്ളത് കൊണ്ട് തൽക്കാലം ചോറും പരിപ്പും കൊണ്ട് ക്ഷമിക്കാമെന്ന് വിചാരിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പം അടുക്കളയിൽ നിന്നും നല്ല ഗന്ധം വരുന്നു, കോഴിക്കറിയുടെ മണം വരുന്നു. കോഴിക്കറിയുടെ മണം കേട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതെന്താ നമുക്ക് പറ്റൂലേ, നിനക്ക് മാത്രം അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് മാത്രം? ഭാര്യ അല്പം ഒരു ദീനീബോധമുള്ള കുടുംബത്തിൽ പിറന്നവളാണ്. ദീനീബോധം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ദീനീബോധം എന്ന് പറയുന്നത്. ദീനീബോധത്തിൽ കുടുംബത്തിൽ പിറന്ന ആ പെണ്ണായതുകൊണ്ട് അവൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് പറ്റുന്ന സംഗതി അല്ല, നിങ്ങൾ ഏതായാലും അത് തിന്നണ്ട, നിങ്ങളൊരു നല്ല ആളാണല്ലോ, നാട്ടുകാരോട് ഉപദേശം നടത്തുകയും മസല പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളല്ലേ, അതുകൊണ്ട് നിങ്ങളത് ഭക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത് നിങ്ങൾക്ക് പറ്റുമെന്ന് പറയാൻ കാരണം എന്താണ് എന്ന് മാപ്പിള ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതൊന്നുമല്ല, നമ്മളെ വീട്ടിൻ്റെ വളപ്പിലേക്ക് തൊട്ടടുത്തുള്ള വീട്ടിലെ പെണ്ണിൻ പോറ്റുന്ന കോഴി പാഞ്ഞു വന്നു. ഇവിടെ വന്ന് ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയാതെയായി. പലപ്പോഴും ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടും അത് പോയില്ല. അവസാനം സഹിക്ക വയ്യാതെ ആയപ്പോൾ ഞാൻ നമ്മളുടെ ഒലക്കയെടുത്ത് ഒരടി കൊടുത്തു, അതങ്ങ് ചത്തുപോയി. ഒലക്കയെടുത്ത് ഒരടി കൊടുത്തു, അത് ചത്തുപോയി. കഥയാണ്, അതുകൊണ്ട് കഥയിൽ ചോദ്യമില്ലെങ്കിലും ചിലതൊക്കെ ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഒന്നിത് ആരാൻ്റെ കോഴിയാണ്, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്ന കോഴി, അതിനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ തച്ചു കൊല്ലാനോ നമുക്ക് അവകാശമില്ല. രണ്ടാമത്തേത് തച്ചു കൊന്ന കോഴിയാണ്. തച്ചു കൊന്ന കോഴീനെ നമുക്കൊരിക്കലും ഭക്ഷിക്കാൻ കഴിയില്ല. അറുത്തതിന് ആരാൻ്റെതാണെങ്കിൽ പോലും അറുത്താൽ ഹലാലാവൂല, ആരാൻ്റെതാണെങ്കിലും അറുത്താലല്ലാതെ ഹലാലാവുകയില്ല. അതുകൊണ്ട് ഈ പറയുന്ന കോഴി ഇറച്ചി നിങ്ങൾക്ക് ഹലാലാവൂല. അപ്പം എനിക്ക് ഹലാലുണ്ടോ എന്നുള്ളത് കഥയാണ്, അതുകൊണ്ട് ചോദ്യമില്ല, ചോദ്യത്തിന് പ്രസക്തിയൊന്നുമില്ല. നമ്മളെ ചില സഹോദരങ്ങൾ പറയും, ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് നിയത്ത് ചെയ്തിട്ടുണ്ട്, പൈസ അടച്ചിട്ടുണ്ട്, പ്രത്യേകം ദുആ ചെയ്യണം, സാമ്പത്തികമായി ചെറിയ ഞെരുക്കമൊക്കെ ഉണ്ട്. എന്താ സാമ്പത്തിക ഞെരുക്കവും? അയാൾക്ക് സാധാരണഗതിയിൽ സാമ്പത്തിക ഞെരുക്കമൊന്നും നമ്മൾ കാണുന്നില്ല. ബാക്കി എല്ലാത്തിനും സമ്പത്തുണ്ട്, ഹജ്ജിന് പോകാൻ വേണ്ടി മാത്രം സമ്പത്തുണ്ടാവാൻ ഉസ്താദ് ദ്വാരക്കണമെന്ന് പറയാനുള്ള കാരണം എന്താ എന്ന് അന്വേഷിക്കുമ്പോൾ അദ്ദേഹമല്ല പല ദേഹങ്ങളും പറയാറുള്ളത്, പല ദേഹങ്ങളും പല ഭാഷയിൽ പറഞ്ഞത് പലപ്പോഴായി ഓർമ്മയുള്ളത്, അല്ല ഹജ്ജിനാവുമ്പോൾ നമ്മൾ ഹലാലായ പൈസ തന്നെ അടയ്ക്കണ്ടേ എന്നാണ്. ഹജ്ജിനാവുമ്പോൾ ഹലാലായ പൈസ തന്നെ അടയ്ക്കണ്ടേ. ഇത് ഒരു ദേഹത്തിൻ്റെ വാക്കല്ല പ്രിയമുള്ളവരെ. ഞാൻ യാദൃച്ഛികമായിട്ടാണെങ്കിലും ചില വസ്തുതകളൊക്കെ പറഞ്ഞു പോവുകയാണ്. എൻ്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും ഹലാലാണോ എന്ന വിഷയത്തിൽ എനിക്ക് തന്നെ ഉറപ്പില്ല, വിശ്വാസമില്ല. ഏതായാലും ഹജ്ജിന് വേണ്ടി പോവല്ലേ, ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ അത് ഹലാലായ പൈസ തന്നെ ആകണം എന്നെനിക്കൊരു മനസാക്ഷിയുണ്ട്, അല്ലെങ്കിൽ മനസാക്ഷി കുത്തുണ്ട്. അത് പറയുന്ന മുസ്ലിം ആലോചിക്കണം, ഹജ്ജ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ 5ാമത്തെ ഫർളാണ്. ഹജ്ജ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമാണ്. എന്നാൽ ഒരു ദിവസത്തിൽ ഒരു മുസ്ലിം വളരെ നിർബന്ധമായ നിലയിൽ ഇസ്ലാമിലെ 2ാമത്തെ ഫർളായ നമസ്കാരം നിർവഹിക്കുന്നു, പള്ളിയിലേക്ക് വരുന്നു 5 നേരം. എപ്രകാരം മക്കത്തെ പള്ളിയിലേക്ക് ഹജ്ജ് എന്ന 5ാമത്തെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം ഇഹ്റാം കെട്ടിക്കൊണ്ട് പോകുന്നു, അതിനേക്കാളും പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മളുടെ നാട്ടിലെ ജുമാ മസ്ജിദിലേക്ക് എല്ലാ ദിവസവും 5 നേരം നമസ്കാരം എന്ന കർമ്മത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഇഹ്റാമിൻ്റെ വേഷമില്ലെങ്കിലും അങ്ങനെ ഒരുങ്ങി ഇറങ്ങി വരുന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും സംശയം തോന്നും. തീർച്ചയായും ഹജ്ജ് എന്ന കർമ്മത്തെക്കാൾ എത്രയോ മഹത്തായ കർമ്മമാണ് നമസ്കാരം.
ഹജ്ജ് എന്ന കർമ്മത്തെക്കാൾ എത്രയോ മഹത്തായ കർമ്മമാണ് നമസ്കാരം. ആ നമസ്കാരം ഇസ്ലാമിലെ രണ്ടാമത്തെ ഫറളാണ്. ഒരു ദിവസത്തിൽ 5 നേരം നമ്മൾ അനുഷ്ഠിക്കുകയാണ്. 5 നേരത്തെ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഒരുങ്ങി ഇറങ്ങി വരുന്ന ഒരു മുസ്ലിമിന് അണിഞ്ഞിരിക്കുന്ന വസ്ത്രം, അവൻ കഴിക്കുന്ന ഭക്ഷണം, അവൻ സഞ്ചരിക്കുന്ന വാഹനം, അവൻ കൊണ്ടുവരുന്ന ധനം, അല്ലെങ്കിൽ അവൻ ഇവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി അവന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന അവന്റെ സമ്പത്ത്, ഇതൊക്കെ ഹലാലാണ് എങ്കിൽ മാത്രമേ നിന്റെ നിസ്കാരം കബൂലാവൂ. അങ്ങനെ നിസ്കരിച്ചാലല്ലേ നിന്റെ നിസ്കാരത്തിന് ശേഷമുള്ള നിന്റെ ദുആ കബൂലാവൂ. എന്തുകൊണ്ടാണ് ഈ സമുദായത്തിന്റെ ദുആ കബൂലാകാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ സമുദായത്തിന്റെ പശ്ചാത്താപം സ്വീകരിക്കപ്പെടാതെ പോകുന്നത്? ഓരോ റമദാനിന് ശേഷവും ഈ സമുദായത്തിന് വേണ്ടി ലോകമെമ്പാടും പടച്ചവന്റെ മുമ്പിൽ കരഞ്ഞു പറയപ്പെടുന്ന ആ തേട്ടങ്ങളൊക്കെ തള്ളപ്പെട്ടു പോകുന്നതിന്റെ കാരണം എന്താണ് എന്നിനി നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹു മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരുമാറാകട്ടെ. നമ്മൾ ചില പ്രത്യേകമായ വീക്ഷണങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകമായ കാര്യങ്ങളിൽ മാത്രം നമ്മളുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യുകയും ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ നമുക്ക് അറിഞ്ഞോ അറിയാതെ അബദ്ധങ്ങൾ കുടുങ്ങിപ്പോവുകയും ചെയ്യുകയാണ്. ആന പോകുന്നത് അറിയില്ല, അണ്ണാറക്കണ്ണൻ പോകുന്നത് അറിയുമെന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. ആന പോകുന്നത് അറിയില്ല, അണ്ണാറക്കണ്ണൻ പോകുന്നത് അറിയും. പോട്ടെ, കൂടുതൽ വിശദീകരിക്കാൻ നമ്മൾ ഉദ്ദേശിച്ച വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ മെനക്കെടുന്നില്ല. അള്ളാഹു നല്ലത് മനസ്സിലാക്കാനും അമൽ ചെയ്യാനും നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാവുക, സമ്പാദ്യം ഹലാലാവുക, ആരാന്റെ ഹക്കും ഒരു നിലയിൽ നമ്മുടെ ശരീരത്തിലേക്കോ നമ്മുടെ വസ്ത്രത്തിലേക്കോ സമ്പാദ്യത്തിലേക്കോ കടന്നു വരാതിരിക്കുക. വാസ്തവത്തിൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണത്, ഇബാദത്താണ്. അവർ പുലർത്തേണ്ട ഏറ്റവും വലിയ കർമ്മമാണ്, ധർമ്മമാണത്. അല്ലാഹു തആല ആ രംഗത്ത് ശ്രദ്ധിക്കാൻ നമ്മുടെ സമുദായത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സമുദായത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആമീൻ പറഞ്ഞു. കാരണം ഈ ഇരിക്കുന്നവർക്ക് വെളിയിലുള്ളവരെ കുറിച്ചാണല്ലോ പറയുന്നത്. അവരെങ്ങനെങ്കിലും നന്നായിക്കോട്ടെ, നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോകാന്നല്ലേ. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, സംഗതി ഇത് നിങ്ങൾക്ക് പറ്റിയതല്ല, ഇതിങ്ങനെ ആരാന്റെ കോഴി നമ്മളെ വളപ്പിലേക്ക് ആക്രമിച്ച് കടന്നപ്പോൾ ഒലക്കയെടുത്ത് അടിച്ചിട്ട് കൊന്നതാണ്. ഒന്ന് ആരാന്റെ കോഴിയാണ്, രണ്ടാമത്തത് കൊന്ന കോഴിയാണ്, ചത്ത കോഴിയാണ്. അതിൻ്റെ ഇറച്ചിയും അതിൻ്റെ കറിയൊന്നും നിങ്ങൾക്ക് പറ്റൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, പള്ളിയിൽ പോകുന്ന മുസ്ലിയാരാണ്, മൗലവിയാണ്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴി തന്നെ പോയിക്കോ, വെറുതെ നമ്മുടെ വഴിയിലേക്ക് വന്നിട്ട് പടക്കാകണ്ട. പാവം ആ മനുഷ്യൻ പരിപ്പ് കറിയും ചോറും എത്രയാന്ന് വിചാരിച്ചിട്ടാ കഴിക്കുക. തൊട്ടടുത്ത് നിന്നും ഇങ്ങനെ തൻ്റെ ശരീരത്തെ ആകർഷിക്കുമാറ് സ്വാദിഷ്ടമായ ഈ കറിയുടെ മണവും സുഗന്ധവും ഒക്കെ വരുമ്പോൾ എത്രയാണെന്നും പറഞ്ഞാൽ ക്ഷമിക്കുക. കുറേ നേരം ഇയാൾ ഇങ്ങനെ ആലോചിച്ച് മൗലവി ആയതുകൊണ്ട് മനസ്സിൽ ഒരുപാട് മസലകൾ കടന്നു വന്നപ്പോൾ ഭാര്യനെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് വെച്ച്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ ചോദിക്കാനുള്ളത്? ചോദിക്ക്. എന്താ ചോദിക്കാനുള്ളത്? ചോദിക്ക്. അല്ല, നീ സംഗതി ആരാൻ്റെ കോഴിയാണെന്ന് പറഞ്ഞാലും ആ കോഴീനെ തച്ചു കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച സാധനം ആരുടേതാണ്? ഒലക്ക നമ്മളതല്ലേ? നമ്മളെ തന്നെ. പിന്നെ അതിന് ശേഷം അതിനെ മുറിച്ച് റെഡിയാക്കാൻ വേണ്ടി ഉപയോഗിച്ച കത്തി ആരതാണ്? അത് നമ്മളതല്ലേ? നമ്മളത് തന്നെ. പിന്നെ അതിന് ശേഷം നീ അത് കറി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച മസാലപ്പൊടിയും മല്ലിപ്പൊടിയും മറ്റു സാധനങ്ങളും ഇതൊക്കെ ആരുടേതാണ്? അതൊക്കെ നമ്മൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇറച്ചി മാത്രമാണ് ആരാൻ്റെത്, ഇറച്ചി മാത്രം ആരാൻ്റെതാ, അത് നമുക്ക് വേണ്ട, ബാക്കിയുള്ളതൊക്കെ നമ്മളതാണ്. ഇനി ഒരു കാര്യം ചെയ്യും, അതിൻ്റെ ചാറ് മാത്രം കൊണ്ടുവരാം, കഷ്ണം വേണ്ട. അപ്പോൾ ഭാര്യ ഈ ഭർത്താവിൻ്റെ മസലയും ബുദ്ധിയും കേട്ടപ്പോൾ ശരിയാണെന്ന് തോന്നി. ഭർത്താവിനോട് സ്നേഹമുള്ളത് കൊണ്ട് അവർ ഈ സാധനം കൊണ്ടുവന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ ചാറ് മാത്രം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, അടുക്കളയിൽ ഉമ്മമാർ ചാറ് മാത്രം വേണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാറുള്ളത്? അതിലേക്ക് അവരുടെ കയ്യിലിരിക്കുന്ന കയ്യിൽ, നിങ്ങളുടെ ഭാഷയിൽ കയ്യിലെന്നും ഞങ്ങളുടെ ഭാഷയിൽ തവിയെന്നും നമുക്കൊക്കെ സുപരിചിതമായ മലയാള ഭാഷയിൽ സ്പൂണെന്നും പറയും. ആ സ്പൂണെന്ന് പറയുന്ന സാധനത്തെ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ തടഞ്ഞു പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒഴിക്കും. കഷ്ണം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് തടഞ്ഞു പിടിച്ചുകൊണ്ട് ഒഴിക്കുക. കുറേ നേരം ഇദ്ദേഹം ഇത് സഹിച്ചു. ഒരു കഷ്ണമെങ്കിലും ഇപ്പുറത്തേക്ക് കടന്നു വരാൻ അവസരം കൊടുക്കാതെ ഇവൾ ചെയ്യുന്ന ഈ പണി. ചാറ് മാത്രം തിന്നുമ്പോൾ ആ കഷ്ണം കിട്ടാണ്ട് ബേജാറായി. അവസാനം ഇദ്ദേഹം പറഞ്ഞു, നിന്റെ വകയായിട്ട് പ്രത്യേകിച്ച് ഒരു തടസ്സവും സൃഷ്ടിക്കണ്ട, പടച്ചവനായിട്ട് ഏതെങ്കിലും ഒരു കഷ്ണം ഇങ്ങോട്ടേക്ക് വീഴ്ത്തെങ്കിലും വീണോട്ടെ, നമ്മളായിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. പടച്ചവനായിട്ട് എന്തെങ്കിലും വീഴ്ത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പരാതി പറയാൻ കഴിയില്ലല്ലോ, പടച്ചവന്റെ വിധിയാണ്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ ഇസ്രായേൽ സന്തതികളുടെ കുരുത്തക്കേടുകളെ സംബന്ധിച്ചിട്ട് ഒരുപാടിടങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പടച്ചവൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്, മനുഷ്യ സഹജമായ നിലയിൽ ഇത്തരം കുരുത്തക്കേടുകളുണ്ട്, അല്ലെങ്കിൽ കുരുട്ടുബുദ്ധികൾ. പല കാര്യങ്ങളിലും പടപ്പുകളെ പറ്റിച്ച് ശീലമുള്ള മനുഷ്യവർഗം പടച്ചവനോട് പോലും ആ ഒരു നിലപാട് പുലർത്തുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ആ സാധ്യതയെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അവരെ ട്രീറ്റ് ചെയ്യാനാണ് അമ്പിയാക്കളെ അയച്ചത്, നബിമാരെ അയച്ചത്. അവരെ ചികിത്സിക്കാനും അവരെ ചിട്ടപ്പെടുത്താനും അവരുടെ ജീവിതത്തിൽ തർബിയത്ത് ചെയ്യാനും വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നബിമാരെ അയച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരു സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് നൽകുന്ന ഒരു ഉപദേശമാണ് നമ്മൾ നേരത്തെ ഖുർആനിന്റെ വാക്കുകളിലൂടെ ഓതിക്കേട്ടത്. വലഖദ് അലിംതുമുല്ലദീന അതദൂ മിൻകും ഫിസ്സബത് ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാധനയ്ക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ദിവസത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി പോകരുതെന്ന് പറയപ്പെട്ടിരുന്ന ആ ജനത അള്ളാഹുവിനെ ധിക്കരിക്കുകയും അവന്റെ മുമ്പിൽ ചില കുരുട്ടുബുദ്ധികളൊക്കെ സമർപ്പിക്കാൻ ശ്രമിക്കുകയും ശനിയാഴ്ച ദിവസം ഞങ്ങൾ മീൻ പിടിക്കുന്നില്ല, മീൻ പിടിക്കാനുള്ള സൗകര്യങ്ങളും ഏർപ്പാടുകളും ഒക്കെ തലേന്നാക്കി വെക്കാം, പിറ്റേന്നത്തെ ദിവസം ഞങ്ങൾ മീൻ എടുത്തോളാം, അന്നത്തെ ദിവസം ഞങ്ങൾ എടുക്കുന്നില്ല. അള്ളാഹുവിന് കോപമുണ്ടായി. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ചരിത്രം പറയുന്നതോ അല്ലെങ്കിൽ കഥ പറയുന്നതോ നിങ്ങളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നതോ ഒക്കെ തന്നെ പ്രിയമുള്ളവരെ വളരെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുകയോ അല്ലെങ്കിൽ അതിനെ വേറെ ഏതെങ്കിലും നിലയിൽ കണ്ടില്ലെന്ന് നടിക്കുകയോ കണ്ണടയ്ക്കുകയോ ചെയ്യുന്ന ഈ സമുദായം അറിയണം, കഴിഞ്ഞകാല സമൂഹത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള നയം എന്തായിരുന്നു, അവന്റെ നിലപാട് എന്തായിരുന്നു നിലപാട്. ഈ പറഞ്ഞ രൂപത്തിൽ മത്സ്യബന്ധനത്തിന്റെ കാര്യത്തിൽ ആളുകൾ വരുത്തി തീർത്ത ചെറിയൊരു അപാകതയെ സംബന്ധിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെട്ടപ്പോൾ അള്ളാഹ്ക്ക് കോപമുണ്ടായി, ദേഷ്യമുണ്ടായി. ഫഖുൽനാ ലഹും കൂനൂ ഖിറദത്തൻ ഖാസിൻ. അള്ളാഹ് പറയാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ പണ്ട് കാലത്തെ അനുഭവങ്ങളൊക്കെ, മീൻ പിടിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ വിഭാഗം ചെയ്തു കൂട്ടിയ വൃത്തികേടുകളുടെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് അവരോട് പെരുമാറിയത്. ഫഖുൽനാ ലഹും, നാം അവരോട് പറഞ്ഞു, കൂനൂ ഖിറദത്തൻ ഖാസിൻ, പോടാ നീയൊക്കെ ഇനി മുതൽക്ക് മനുഷ്യനായി ജീവിക്കാൻ അവകാശമില്ലാത്തവനാണ്. കാരണം പറ്റിച്ച് പടച്ചവനെ പറ്റിക്കാൻ തുടങ്ങിയല്ലേ, കളിച്ച് ആശാന്റെ നെഞ്ചത്ത് കയറി കളിക്കാൻ തുടങ്ങിയല്ലേ, ഇനി നിന്നെ വെറുതെ വിട്ടാൽ പറ്റുകയില്ല. കൂനൂ ഖിറദത്തൻ ഖാസിൻ, പൊടുന്നനവേ നീയൊക്കെ കുരങ്ങുകളായി മാറട്ടെ എന്ന് പടച്ചവൻ വിധിച്ചു. ഞാൻ അങ്ങനെ ഒരുപാട് ആളുകളെ കുരങ്ങുകളാക്കിയവനാണ് നിങ്ങളുടെ റബ്ബ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലകുൻതും മിനൽ ഖാസിരീൻ. ആ ആളുകൾ ചെയ്ത കർമ്മവും ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ആധുനിക യുഗത്തിലെ മനുഷ്യകുലത്തിൽ ചെയ്തു കൂട്ടപ്പെടുന്ന വൃത്തികേടുകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ, എന്നേ നമ്മൾ കുരങ്ങുകളായി മാറണമായിരുന്നു അല്ലേ. കൂനു ഖിറദത്തൻ ഖാസിൻ, എന്നേ നമ്മൾ അതിനേക്കാളും നികൃഷ്ടമായ ഏതെങ്കിലും ഒരു കോലത്തിലേക്ക് മറിക്കപ്പെടണമായിരുന്നു. എന്നാൽ അള്ളാഹു പറയുന്നു, നിങ്ങളുടെ മീതെ ഞാനൊരു കാരുണ്യത്തെ പൊതുവാക്കി വച്ചിരിക്കുകയാണ്, റഹ്മത്തിനെ പൊതുവാക്കി വച്ചിരിക്കുകയാണ്. എൻ്റെ റഹ്മത്തും കാരുണ്യവും നിങ്ങൾക്ക് നൽകാമെന്ന് പ്രത്യേകമായ ഒരു ധാരണ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് മാത്രം നിങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് എന്നാണ് അള്ളാഹു പറയുന്നതിന്റെ അർത്ഥവും സാരവും. فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. فجعلناها, ഈ ജനതയും അവരുടെ അനുഭവങ്ങളും അവർക്കുണ്ടായ ശിക്ഷാരീതിയുമൊക്കെ നാം ആക്കി തീർക്കുകയാണ്. നകാലൽ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ, അവർക്ക് മുമ്പും അവർക്ക് ശേഷവും വരാൻ പോകുന്ന ജനവിഭാഗങ്ങൾക്കൊക്കെ ഒരു പാഠമാക്കി വെക്കുകയാണ്. ഒരു വാപ്പ മകന്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തു. എന്നിട്ട് മോനോട് പറഞ്ഞു, മോനെ മാർക്കറ്റിൽ പോയിട്ട് ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരണം. ആ വാങ്ങുന്ന സാധനത്തിന്റെ കൂട്ടത്തിൽ 2 കിലോ വെളിച്ചെണ്ണയുണ്ട്. മോനെ സാധനങ്ങളൊക്കെ നന്നായി ഭദ്രമായി കെട്ടിപ്പൂട്ടി കയ്യിൽ സൂക്ഷിച്ചു വേണം നടന്നു വരാൻ. വെളിച്ചെണ്ണയുണ്ടല്ലോ, ആ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, അത് തുളുമ്പിപ്പോകാൻ സാധ്യതയുണ്ട്, കളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നീ തലയിൽ വെച്ചുകൊണ്ട് പാട്ടും പാടി വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ പോയി പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് വാപ്പ മോനെ അങ്ങോട്ട് അയച്ചു. ചില്ലറ പൈസയും കൊടുത്തു. മകൻ വാപ്പയുടെ നിർദ്ദേശപ്രകാരം വളരെ അനുസരണയോടുകൂടി പണവും വാങ്ങി കീശയിലിട്ടുകൊണ്ട് വീട്ടിന്റെ പടിവാതിൽ കടന്ന് ഗേറ്റും തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കൈമുട്ടി വിളിച്ചു, വാപ്പ മോനെ വാ, ഇങ്ങി വാ. തിരിച്ചു വിളിച്ചു. അനുസരണയുള്ള ആ കുട്ടി, അനുസരണക്കേടില്ലാത്ത ആ കുട്ടി വാപ്പയുടെ വിളി കേട്ടപ്പോൾ തിരിച്ചു വന്നു വാപ്പയുടെ അരികിൽ എത്തേണ്ട താമസം ആ ബാപ്പ തന്റെ ബലിഷ്ഠമായ കൈയെടുത്തുകൊണ്ട് അവന്റെ മുഖത്ത് ആഞ്ഞടിച്ചിട്ട് പറഞ്ഞടാ, നീ വരുന്ന വഴിക്ക് വെളിച്ചെണ്ണ എങ്ങാനും കളഞ്ഞിട്ട് വന്നാൽ ഈ അടിയായിരിക്കും ഇനി നിനക്ക് കിട്ടുക എന്ന് പറഞ്ഞു. പാവം ആ കുഞ്ഞ്, വളരെ പാവം. കണ്ടു നിന്ന ആളുകൾ ദേഷ്യത്തോടുകൂടി സഹതാപത്തോടുകൂടി ഓടി വന്നിട്ട് ഈ വാപ്പാനോട് പറഞ്ഞു, നിങ്ങൾ എത്ര ക്രൂര മനസ്സിന്റെ ഉടമയാണ്, എത്ര ക്രൂരനാണ് നിങ്ങൾ.
ഈ മകൻ പോയി വരുന്ന വഴിയിൽ വാങ്ങിക്കൊണ്ടുവന്ന സാധനം അവൻ മറിച്ചു കളയുകയോ ഇല്ലാണ്ടാക്കുകയോ ചെയ്തിട്ടാണ് നിങ്ങൾ അടി കൊടുത്തതെങ്കിൽ തിരക്കേടില്ല, ന്യായമുണ്ട്. അവൻ അനുസരണയോടുകൂടി പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ തന്നെ അവനെ ഇങ്ങനെ അടിച്ചത് ശരിയായില്ല. ആപ്പ പറഞ്ഞത് നിങ്ങൾക്ക് പറയാം, ഈ പൈസ ഞാൻ കുറച്ച് മെനക്കെട്ടുണ്ടാക്കിയതാ. അവൻ ഈ വെളിച്ചെണ്ണ എല്ലാം കളഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ അടിച്ചിട്ട് എന്താ കാര്യം? വെളിച്ചെണ്ണയും പോയി അടിയും കിട്ടി അല്ലേ? വെളിച്ചെണ്ണയും പോയി അടിയും കിട്ടി. എൻ്റെ പാവപ്പെട്ട കുഞ്ഞിനൊരു അടിയും ബാക്കി, എൻ്റെ അധ്വാനിച്ചുണ്ടാക്കിയ പണവും പോയി. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു ഓർമ്മയാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വെളിച്ചെണ്ണയും ലാഭമാകണം, എൻ്റെ പണവും എനിക്ക് ലാഭമാകണം, എൻ്റെ കുഞ്ഞ് അനുസരണയോടുകൂടി മടങ്ങി വരികയും വേണം. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ചെറിയൊരു ചൊട്ട് കൊടുത്തതാണ്. മറുപടി കേട്ടപ്പോൾ നമുക്ക് ബോധ്യമായി ആ ബാപ്പ ബുദ്ധിമാനാണ്, ആ ബാപ്പ ബുദ്ധിമാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫജഅൽനാഹാ നകാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ വമൗഇദതൻ ലിൽ മുത്തഖീൻ. ഞാൻ ഈ ഇരിക്കുന്ന നിങ്ങളെയൊക്കെ പിടിച്ചിട്ട് ഓരോരുത്തരുടെയും മുഖത്തടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് മുമ്പുള്ള ഒരു ചില ആളുകളെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ചെറിയൊരു അടി കൊടുത്തു. അടി കൊടുത്ത് എന്തിനാണെന്നറിയാം? നമ്മൾ വീട്ടിൽ ഒരുപാട് മക്കളുള്ള ആളുകൾ, കൊച്ചുകുട്ടികൾ എന്തെങ്കിലും കേസിൽ കുടുങ്ങിപ്പോയാൽ ആദ്യം നമ്മൾ കൊച്ചുകുട്ടികളെ അടിക്കുന്നതിന് പകരം മൂത്ത ആളെ പിടിച്ചിട്ട് ഒരു അടി കൊടുക്കും, എല്ലാവരെയും കാണെ. എന്തിനാണ്? ഈ കൊച്ചുകുട്ടികൾ കണ്ട് മനസ്സിലാക്കണം, പേടിച്ച് പറക്കണം, പടച്ചവനെ നാളെ പിറ്റേന്ന് ഞാനിങ്ങനെ ചെയ്താൽ എനിക്കും ഇങ്ങനെയാണ് ഗതി വരിക എന്ന് ബോധ്യപ്പെടണം. അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു സമൂഹത്തിന് ചെറിയ അടി കൊടുത്തതാണ്. അവരെ ഞാൻ കുരങ്ങുകളാക്കി. നിങ്ങളോട് കരുണയുള്ളത് കൊണ്ടാണ്, നിങ്ങളോട് കരുണയും കൃപയും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ലകുന്തും മിനൽ ഖാസിരീൻ, നിങ്ങളും ചെയ്യുന്ന വൃത്തികേടുകളുടെ അടിസ്ഥാനത്തിൽ പടച്ചവന്റെ നിശ്ചയപ്രകാരം കുരങ്ങുകളോ അല്ലെങ്കിൽ പന്നികളോ ഒക്കെ ആക്കി മാറ്റപ്പെടുമായിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങൾ വലിയ തണ്ടന്മാരാകേണ്ടതില്ല, നിങ്ങൾ കിബ്രന്മാരാകേണ്ടതില്ല, അഹങ്കാരികളാകേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ഔദാര്യവും അനുഗ്രഹവും കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. നമ്മൾ റമദാനിന് തൊട്ടു മുമ്പുള്ള ഖുത്ബയിൽ ചില വിഷയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സമൂദ് ഗോത്രത്തിലേക്ക് സാലിഹ് അലൈഹിസ്സലാമിയുടെ ജനതയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്ത ഒട്ടകത്തോട് ആ വിഭാഗത്തിലെ ആ ജനതയിലെ ചില തെമ്മാടികളുടെ പെരുമാറ്റത്തെ സംബന്ധിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാടിടങ്ങളിൽ ആവർത്തിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ജനതയ്ക്ക്, ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും പാഠം ഉൾക്കൊള്ളുവാനും നമ്മൾ അതിൽ നിന്നും പഠിച്ചുകൊണ്ട് ഇനിയെങ്കിലും തിരുത്തി ജീവിക്കാനും വേണ്ടിയാണ്. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത ഒട്ടകത്തോട് നല്ല നിലയിൽ പെരുമാറണമെന്ന് കൽപ്പിക്കപ്പെട്ടപ്പോൾ അവരിലെ ഭൂരിപക്ഷവും അതനുസരിച്ചു. വകാന ഫിൽ മദീനതി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർദ്, വകാന ഫിൽ മദീനതി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർദ്. ആ നാട്ടിൽ 9 ആളുകൾ അടങ്ങുന്ന ഒരു തെമ്മാടി സംഘം ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. ആ നാട്ടിൽ 9 ആളുകൾ അടങ്ങുന്ന ഒരു തെമ്മാടി സംഘം ഉണ്ടായിരുന്നു. എല്ലാ നാട്ടിലുമുണ്ട് അങ്ങനത്തെ തെമ്മാടികളുടെ സംഘം. എല്ലാ നാട്ടിലുമുണ്ട് കായ്ത്തോലുകളുടെ ഒരു സംഘം. ആ കായ്ത്തോലുകളുടെ സംഘത്തെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, ഇതിം ബഅസ അഷ്ഖാഹാ, അവരിൽ തന്നെ ഏറ്റവും മോശക്കാരനായ, ഭാഗ്യദോഷിയായ, ദുസ്വഭാവിയായ, തമ്മാടിയായ ഒരുത്തൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മഹാനായ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പരിഹസിച്ചു, കുറ്റപ്പെടുത്തി. ഫഅതൗ അൻ അംരി റബ്ബിഹിം ഫഖാലു യാ സാലിഹു അ്തിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനൽ മുർസലീൻ. ഫഅതൗ അൻ അംരി റബ്ബിഹിം, അല്ലാഹുവിന്റെ കൽപ്പനയെ തൊട്ട് അവർ അഹങ്കാരികളായി, ധിക്കാരികളായി. ധിക്കാരത്തോടുകൂടി മഹാനായ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഇങ്ങനെ പറയാൻ തുടങ്ങി, നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണ്, നിങ്ങൾ മുർസലാണ്, നബിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞങ്ങളിത് ധിക്കരിക്കാൻ പോവുകയാണ്, ഞങ്ങൾ ധിക്കരിക്കാൻ പോവുകയാണ്. ധിക്കരിക്കുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും ശിക്ഷ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരിക, കാണട്ടെ ഞങ്ങൾ എന്ന് പറയുന്നു. ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ ദീനിനെ സംബന്ധിച്ചും അവൻ്റെ നബിമാരുടെ സന്ദേശത്തെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആനിൻ്റെ വാക്യങ്ങളെ സംബന്ധിച്ചും എത്രയെത്ര ധിക്കാര വാക്യങ്ങളാണ് ദിനവും മുഴങ്ങിക്കേൾക്കുന്നത്. ഏതെല്ലാം കോണുകളിൽ നിന്നാണ്. ഈ സമുദായത്തിൽ തന്നെ പിറന്നു വളർന്ന എത്രയോ മനസ്സുകളാണ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, നിഷേധത്തിൻ്റെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മറുപക്ഷത്തേക്ക് മറുകണ്ഠം ചാടിയത് അല്ലേ? ഒരു പക്ഷേ നാവ് കൊണ്ട് പറയുന്നില്ലെങ്കിലും പ്രവൃത്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും പടച്ചവനെ വെല്ലുവിളിക്കുന്ന എത്ര അംഗങ്ങളാണ് നമ്മുടെ സമുദായത്തിലുള്ളത്. അള്ളാഹു നമുക്കൊക്കെ മാപ്പ് തരുമാറാകട്ടെ, പുറത്തു തരുമാറാകട്ടെ, നമ്മുടെ തലമുറകളെ അള്ളാഹു നേരായ വഴിയിൽ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഈ അനുയായികളോട് അല്ലെങ്കിൽ ഈ വിഭാഗത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളോട് കൃപയും കാരുണ്യവും ഉള്ളത് കൊണ്ട് ഉടനടി ആ ധിക്കാരത്തിനൊന്നും അള്ളാഹു തആല മറുപടി നൽകുന്നില്ല, അല്ലെങ്കിൽ നടപടിയെടുക്കുന്നില്ല. അള്ളാഹു തആല നമ്മളെ ഇങ്ങനെ വീണ്ടും വീണ്ടും പശ്ചാത്താപത്തിൻ്റെ പുണ്യവാതിലിലേക്ക് വലിച്ചു നീട്ടുകയാണ്, വിളിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. വീണ്ടും വീണ്ടും അള്ളാഹു നമുക്ക് അവസരം ഒരുക്കി തരികയാണ്. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത
ധിക്കാരത്തോടുകൂടി ഒരു വാക്ക് പറയേണ്ട താമസം അള്ളാഹു പറയുന്നു ഫഅഖദതുഹുമുർ റജ്ഫ ഫഅഖദതുഹുമുർ റജ്ഫ ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ ഫഅഖദതുഹുമുർ റജ്ഫ ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ. ഖുർആനിന്റെ പ്രയോഗങ്ങൾ വളരെ നന്നായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. 9 ആളുകൾ അടങ്ങുന്ന ഒരു പറ്റം റൗഡികൾ, ഒരു പറ്റം തെരുവ് തണ്ടികൾ, തെമ്മാടികൾ, പോക്കരികൾ ഒരു നബിയുടെ നേരെ അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ടും അവന്റെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും നബിയെ തന്നെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തും ഉടനടി തീരുമാനം ഉണ്ടായി. ഫഅഖദതുഹുമുർ റജ്ഫതു, ഒരു ശബ്ദം, ഒരു ഘോര ശബ്ദം അവരെ പിടിപെട്ടു, അവരെ തകർത്ത് തരിപ്പണമാക്കി, നശിപ്പിച്ച് നാമാവിശേഷമാക്കി. ഫഅഖദതുഹുമുർ റജ്ഫതു ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ. അവർ താമസിച്ച വീടുകളിൽ തന്നെ അവർ ശവങ്ങളെ പോലെ തകർന്നടിഞ്ഞു, ചത്തൊടുങ്ങി എന്ന് അള്ളാഹു പറഞ്ഞു. നിമിഷം കൊണ്ടാണ് അള്ളാഹുവിന്റെ തീരുമാനം, നിമിഷം കൊണ്ടാണ് പടച്ചവന്റെ നിലപാട്. വിദേശത്തുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാകും, അവിടുത്തെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഒരു വാർത്തയുണ്ട്. സൗദി അറേബ്യയിൽ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഒരു വാർത്തയുണ്ട്. അവിടുത്തെ പ്രസിദ്ധമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു പെണ്ണ്, മുസ്ലിം പെണ്ണ്, വിശുദ്ധ റമദാനിന്റെ നല്ല നാളുകളിൽ മോശമായ അവസ്ഥയിൽ വന്നുകൊണ്ട് അവർ ഷോപ്പിംഗ് നടത്തുന്നു. ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ അവൾ വേണ്ടാത്ത കുറേ വർത്തമാനങ്ങളും ശൈലികളും രീതികളും ഒക്കെ പ്രകടിപ്പിക്കുന്നു. പൊതുവെ മറ്റു നാടുകളെ അപേക്ഷിച്ചിട്ട് കുറച്ചെങ്കിലും ദീനീയായ ഒരു അവസ്ഥ നിലനിൽക്കുന്ന സൗദി അറേബ്യയിൽ മുത്തവ്വമാരുണ്ട്. കുറേ മുത്തവ്വമാര് അവളെ ഉപദേശിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇവള് ഉന്നത കുടുംബത്തിലെ അംഗമായതുകൊണ്ട്, വാസിത്തകൾ ഒരുപാടുള്ളത് കൊണ്ട് അവളെ തൊട്ടുകളിക്കാൻ കഴിയില്ല, അവളോട് അങ്ങനെ കൂടുതലൊന്നും പറയാനും കഴിയില്ല. ആ കൂട്ടത്തിലൊരു മുത്തവ്വ, സാധുവായ മുത്തവ്വ, വളരെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി, സഹോദരി, മോളെ, പെണ്ണെ, നീ എന്തിനിങ്ങനെ കളിക്കുന്നു? നീ ഇങ്ങനൊക്കെ കളിച്ചാൽ പടച്ചവൻ നിന്നോട് കോപിക്കൂലേ? അള്ളാഹു നിന്നെ ശിക്ഷിക്കാൻ വിചാരിച്ചാൽ നീ എന്ത് ചെയ്യും എന്നൊക്കെ അവളോട് പറഞ്ഞു. ആ പറച്ചിലൊന്നും അവൾക്ക് പിടിച്ചില്ല. അങ്ങനെ പിടിക്കാറില്ലല്ലോ നമ്മുടെ ഇന്നത്തെ യുവതി യുവാക്കന്മാരോട്. വേദമോതുക എന്നത് വെട്ടാൻ പോകുന്ന പോത്തിനോട് വേദമോതുന്നതിന് സമമാണ്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് തോന്നുന്നത്. ഈ വേദമോതലൊന്നും അവൾക്ക് പിടിച്ചില്ല. അവൾ ദ്വേഷത്തോടുകൂടി അയാളോട് പ്രതികരിച്ചു. അവസാനം ഗതി കെട്ടിട്ട് ഇദ്ദേഹം പറഞ്ഞു, മോളെ, നീ നടക്കുന്നതിൻ്റെ ഇടയിലെങ്ങാനും മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം വന്ന് നിന്നെ പിടിച്ചാൽ എന്താവും നിന്റെ അവസ്ഥ? മലക്കുൽ മൗത്ത് വന്ന് പിടിച്ചാൽ എന്താവും നിന്റെ അവസ്ഥ എന്ന് ചോദിക്കേണ്ട താമസം അവൾ അവളുടെ ബാഗ് തുറന്നിട്ട് അതിൽ നിന്നൊരു മൊബൈൽ എടുത്ത് അയാളുടെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, എന്നാ നിന്റെ മലക്കുൽ മൗത്തിനെ നീ വിളിക്ക്, എന്നാ നിന്റെ മലക്കുൽ മൗത്തിനെ നീ വിളിക്ക് എന്ന് പറയുന്നു. എത്ര വലിയ ധിക്കാരമാണ്, എത്ര വലിയ ധിക്കാരമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വാസ്തവത്തിൽ ആ പത്രവാർത്തയിൽ വായിച്ച നിങ്ങളിൽ പലർക്കെങ്കിലും ഓർമ്മയുണ്ടാകാം, പടച്ചവന്റെ തീരുമാനം പലപ്പോഴെങ്കിലും നമുക്ക് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി ഇങ്ങനെയും അള്ളാഹു സുബ്ഹാനഹു തആല കാണിക്കാറുണ്ട്. അവള് ഈ മൊബൈൽ വെച്ച് നീട്ടിയപ്പോൾ നിഷ്കളങ്കനായ ആ മുത്തവ്വ, അദ്ദേഹം നിഷ്കളങ്ക മനസ്സാണ്, വേറെ കാപട്യം ഒന്നുമില്ല, അവളുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ വാങ്ങിയിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ വെറുതെ ഒരു നമ്പർ ഇങ്ങനെ ഡയൽ ചെയ്തു, വെറുതെ കാതിൽ വെച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ആ പെൺകുട്ടി ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നടുവിൽ പെടഞ്ഞു വീണ് മരിച്ചു. പടച്ചവൻ വിചാരിച്ചാൽ ഈ കാലഘട്ടത്തിലും അവന്റെ ശിക്ഷയെ അടിമകളുടെ മീതെ അടിച്ചേൽപ്പിക്കുവാൻ അവൻ കഴിവുള്ളവനാണ്, പ്രാപ്തനാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തൽക്കാലത്തേക്ക് നമ്മളെ ഇങ്ങനെ വെറുതെ വിട്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ആധിക്യം എത്ര വലുതായാൽ പോലും അതൊക്കെ ഞാൻ മാപ്പാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് സഹിഷ്ണുതയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വീണ്ടും വീണ്ടും അവസരമുണ്ടാക്കി തരികയാണ്. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയോടും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയായ ഇസ്രായേൽ സന്തതികളോടുമൊക്കെ അല്ലാഹു തആല നയം സ്വീകരിച്ചതുപോലെ, നിലപാടെടുത്തതുപോലെ, പ്രതികാര നടപടികൾ സ്വീകരിച്ചതുപോലെ നമ്മളോടും സ്വീകരിക്കുമായിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിശ്ചയപ്രകാരം തൽക്കാലത്തേക്ക് നമ്മളെ കുറച്ചിങ്ങനെ വെറുതെ വിടുകയാണ്. റമദാനിന്റെ 2ാമത്തെ 10ലേക്ക് കാലെടുത്ത് വെക്കുന്ന വേളയിൽ ബോധപൂർവം ഞാൻ ഇത്തരം വിഷയങ്ങളൊക്കെ പറയുന്നത് മഗ്ഫിറത്തിന് വേണ്ടി ഒരിക്കൽ കൂടി പടച്ചവൻ ഇതാ നമുക്കൊരു കവാടം തുറന്നു തരുന്നു. പശ്ചാത്താപത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി 2 കൈയും നീട്ടിപ്പിടിച്ചുകൊണ്ട് കാരുണ്യവാനായ നാഥൻ നമുക്ക് വേണ്ടി ഒരുങ്ങിയിറങ്ങുന്നു. നമ്മൾ ഒരുങ്ങിയാൽ മതി, നമ്മൾ തയ്യാറായാൽ മതി. നമ്മൾ അവനിലേക്ക് പോകാൻ ഒരുങ്ങിയാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പശ്ചാത്താപത്തെ സ്വീകരിക്കും, നമ്മളുടെ തൗബയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അവൻ കാരുണ്യവാനാണ്, തീർച്ചയായും കാരുണ്യവാനാണ്. അല്ലാഹു നമ്മളുടെ പശ്ചാത്താപത്തെ സ്വീകരിക്കുമാറാകട്ടെ, അവന്റെ കരുണ നമുക്കൊക്കെ വകവെച്ച് തരികയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണ്. وما كان الله ليعذبهم وأنت فيهم وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون.
വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, നബിയെ അങ്ങ് അവരിൽ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം അവരെ ഞാൻ ശിക്ഷിക്കുകയില്ല എന്ന് ഞാനൊരു വഅദ ചെയ്യുകയാണ്, കരാറ് ചെയ്യുകയാണ്. അങ്ങ് അവരിൽ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഞാൻ അവരെ ശിക്ഷിക്കുകയില്ല. കാരണം എന്താ? അങ്ങ് അവരിൽ കഠിനാധ്വാനം ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, അവരെ പെട്ടുപോയിരിക്കുന്ന ജഹാലത്തിൽ നിന്നും അഴിമതിയിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും കരകയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു. ആ ശ്രമം നടത്തുന്നതിനിടയിൽ ഞാൻ അവരെ ഒരിക്കലും നശിപ്പിക്കൂല, ഞാൻ അവരെ ശിക്ഷിക്കൂല. അതുപോലെ തന്നെ വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂന, അവർ തൗബ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഞാൻ അവരെ ശിക്ഷിക്കൂല. തൗബ ചെയ്യാൻ ആരെങ്കിലും തയ്യാറുള്ളിടത്തോളം കാലം, തൗബ ചെയ്യാൻ എല്ലാവർക്കും അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് ഞാൻ ആരെയും പൊതുവായ നിലയിൽ ഒറ്റയടിക്ക് നശിപ്പിച്ചു കളയൂല. അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ ലോകത്തിന് തന്നെ നിലനിൽപ്പില്ലല്ലോ. കഴിഞ്ഞ കാല സമൂഹത്തിലേക്ക് അതാത് കാലഘട്ടങ്ങൾക്ക് അനുസൃതമായി അള്ളാഹു അമ്പ്യാക്കളെ അയച്ചിരുന്നു. ആ അമ്പ്യാക്കളോട് നേർക്കുനേരെ ധിക്കാരം പറഞ്ഞപ്പോൾ അവരുടെ അധ്യായത്തെ അവസാനിപ്പിച്ചുകൊണ്ട് അവരെ അള്ളാഹു തആല തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ത്യപ്രവാചകരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇനി നബി വരാനില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു പുതിയ സമുദായവും ഉടലെടുക്കാനില്ല. ഈ നബി അവസാനത്തെ നബിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് അവസാനത്തെ ഉമ്മത്തുമാണ്. ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മത്തുൻ മുദ്നിബത്തുൻ വറബ്ബുൻ ഗഫൂർ, അനുഗ്രഹീതമായ ഒരു ടൈറ്റിൽ ഉണ്ട്. ഉമ്മത്തുൻ മുദ്നിബത്തുൻ വറബ്ബുൻ ഗഫൂർ, പാപകർമ്മങ്ങൾ ചെയ്യുന്ന മനസ്സിന്റെ ഉടമയായ ഒരു ഉമ്മത്ത്, അതൊക്കെ ഇനിയും ഇനിയും പുറത്തു തരാൻ സന്നദ്ധനായ, പുറത്തു കൊടുക്കുന്നവനായ ഒരു പടച്ചവൻ. എത്ര സുന്ദരമായ ഒരു വാക്യമാണത്. ഉമ്മത്തുൻ മുദ്നിബത്തുൻ വറബ്ബുൻ ഗഫൂർ. ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞകാല സമുദായത്തോട് നിലപാട് സ്വീകരിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാർക്കശ്യ നിലപാട് സ്വീകരിച്ചാൽ, ഒറ്റയടിക്ക് ഇവരെ നശിപ്പിക്കപ്പെടുകയും ചെയ്താൽ അത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് പടച്ചവൻ അങ്ങനെ ഒരു തർത്തീബിന് രൂപം നൽകിയിരിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴാണ് കുട്ടികളെ അടിച്ചു പഠിപ്പിക്കുന്നത്? എത്ര പ്രായം വരെയാ? ചില ആളുകൾ വന്നിട്ട് പറയാറില്ലേ, മക്കള് ചെറിയ കുഞ്ഞുങ്ങളായിരുന്നെങ്കിൽ നമുക്ക് അടിച്ചു പഠിപ്പിക്കാമായിരുന്നു, പേടിപ്പിക്കാമായിരുന്നു, ചെവിക്ക് പിടിച്ച് കറക്കാമായിരുന്നു. അവരൊക്കെ വളർന്ന് വലുതായില്ലേ, ഇനിയിപ്പോൾ അടിക്കാനും പിടിക്കാനൊന്നും കഴിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളൊന്ന് വിളിച്ച് ഉപദേശിക്കണം, നിങ്ങളൊന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരു പ്രായമുണ്ട്, ഒരു പരിധി വരെയാണ് നമുക്ക് കുഞ്ഞുങ്ങളെ അടിക്കാൻ കഴിയുക. അടിച്ചു പഠിപ്പിക്കുന്നതിനൊരു സമയമുണ്ട്. അടിച്ചു പഠിപ്പിക്കേണ്ട സമയം കഴിഞ്ഞാൽ പിന്നെ അടി എന്ന് പറയുന്നത് പ്രായോഗികമാവൂല. സാലിഹ് അലൈഹിസ്സലാമയുടെ ജനതയെ സംബന്ധിച്ചിടത്തോളം അടിച്ചു പഠിപ്പിക്കേണ്ട കാലഘട്ടമായിരുന്നു ഈ സമുദായത്തെ, അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ബാല്യകാലമോ അല്ലെങ്കിൽ ശൈശവദശയോ ഒക്കെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അവർ കുട്ടിക്കാലമായിരുന്നു. അതുകൊണ്ട് അവർ തെറ്റ് ചെയ്യുമ്പോൾ അവരുടെ അധ്യാപകന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പടച്ചവൻ നേരിട്ട് അവരെ പിടിച്ചടിക്കും, ശിക്ഷ കൊടുക്കും. അതിനുശേഷമുള്ള ഇസ്രായേൽ സന്തതികളുടെ ചരിത്രം പരിശോധിച്ചാലും, ഏത് വിഭാഗത്തിന്റെ നശിപ്പിക്കപ്പെട്ട വിഭാഗത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായക്കുറവിന്റെ പേരിൽ, പക്വതക്കുറവിന്റെ പേരിൽ അവരുടെ നേരെ ഒരു നയം സ്വീകരിച്ചതാണ്, അടിച്ചു പഠിപ്പിക്കുക എന്ന നയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖാതിമുൻ നബിയിനായി നിയോഗിക്കുകയും അന്ത്യപ്രവാചകരായി അംഗീകരിക്കുകയും അവസാനത്തെ ജനതയായി, ഉമ്മത്തായി നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുകയും ചെയ്തപ്പോൾ നമ്മൾ ഏകദേശം പക്വതയെത്തിയവരായി. നമ്മുടെ ഈ പ്രായം പെട്ടെന്ന് അങ്ങനെ അടിച്ചു പഠിപ്പിക്കേണ്ട പ്രായമൊന്നുമല്ല. എന്നാലും ചിലപ്പോൾ കുരുത്തക്കേടുകളൊക്കെ അതിര് കഴിയുമ്പോൾ വാപ്പയുടെ ആ ഒരു സഹിഷ്ണുത നഷ്ടപ്പെടും. അന്നേരം ചിലപ്പം ചില ആളുകൾക്ക് അടി കിട്ടിയെന്ന് വരും. ചിലപ്പോൾ മക്കളുള്ള മക്കളെയാണ് വാപ്പമാർ അടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കയ്യും കാലും ഒക്കെ ഒടിഞ്ഞിട്ട് കിടക്കുന്ന അനുഭവങ്ങൾ നമുക്കുള്ളത്. താങ്ങാൻ കഴിഞ്ഞില്ല ഉസ്താദെ, സഹിക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ നിയന്ത്രണം വിട്ടുപോയി, അങ്ങനെ ഞാൻ ഒന്ന് കൊടുത്തത് ഡൈനിങ് ടേബിളിൻ്റെ കസേര പൊന്തിച്ചാണ് കൊടുത്തത്. ഞാൻ പറയുന്നതൊക്കെ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഞാൻ പറയുന്നതൊക്കെ എന്നോട് ആരെങ്കിലുമൊക്കെ അനുഭവമായി പറയുന്നതാണ് ഞാൻ പറയാറുള്ളത്, അല്ലാതെ വെറുതെ പറയാമെന്ന് വിചാരിക്കരുത്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിന്റെ താളുകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്ന പാഠങ്ങൾ മാത്രം മതി സമുദായത്തിന് നന്മയിലേക്ക് നടക്കാൻ. വേറെ പ്രത്യേകിച്ച് പ്രസംഗത്തിന്റെ ആവശ്യമൊന്നുമില്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അപ്പൊ സാധാരണഗതിയിൽ ശൈശവദിശയിൽ, ബാല്യകാലത്ത്, കുട്ടിക്കാലത്ത് ആ പ്രായത്തിന്റെ അളവനുസരിച്ചിട്ട് അവർക്ക് ശിക്ഷണ നടപടികൾ നടപ്പിലാക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തലയിൽ തോണ്ടും, ചിലപ്പം ചെവിക്ക് പിടിച്ച് കറക്കും, ചില ആളുകളെ നന്നായി അടിക്കും, ചില ആളുകളെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഇതൊക്കെ ഇസ്രായേൽ സന്തതികളുടെ ചരിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ ആദ്യം മുതലുള്ള ആയാത്തുകളിൽ ആരംഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവായ വിശ്വാസി വിഭാഗം പുലർത്തേണ്ട ചില ധർമ്മങ്ങളും തത്വങ്ങളും ഒക്കെ പറഞ്ഞു. മൊത്തത്തിൽ ഈ ലോക ചരിത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമഗ്രമായ നിലയിൽ സംക്ഷിപ്തമായ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചു.
വിശ്വസിച്ചാൽ ഉണ്ടാകുന്ന നന്മയും വിശ്വസിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന തിന്മയെ സംബന്ധിച്ചിട്ട് അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. അങ്ങനെ കുറെ പൊതുവായ വിഷയങ്ങളൊക്കെ തുടക്കമെന്ന നിലയിൽ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതിന് ശേഷം യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, ഹേ മനുഷ്യ വിഭാഗമേ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, അംഗീകരിക്കണം, വഴിപ്പെടണം, അവന്റെ ഏകത്വത്തെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യാ അയ്യുഹന്നാസ് കാര്യത്തിലേക്ക് കടന്നു. അതുവരെയും യാ അയ്യുഹന്നാസും യാ അയ്യുഹല്ലദീന ആമനൂ ഒന്നുമില്ല. ആമുഖം പോലെ വിശുദ്ധ ഖുർആനിന്റെ ആദ്യ അധ്യായമായ സൂറത്തുൽ ബഖറയുടെ ആ പ്രസംഗങ്ങളൊക്കെ നടത്തി, അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി, പരിചയപ്പെടുത്തലുകളൊക്കെ നടത്തി. അതിനുശേഷം യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. മനുഷ്യ വിഭാഗമേ, നിങ്ങളെ സൃഷ്ടിച്ചവനായ നാഥനെ നിങ്ങൾ ആരാധിക്കണം, അംഗീകരിക്കണം, വഴിപ്പെടണം. എന്തുകൊണ്ടാണ് അങ്ങനെ വഴിപ്പെടണമെന്ന് പറയുന്നത്? അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചത് അവൻ തന്നെയാണ്. അവനാണ് നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ തന്നത്. ഭൂമിയെ പടച്ചത് അവനാണ്. ഈ ഭൂമിയിലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തന്നതും അവൻ തന്നെയാണ്. മഴ പെയ്യിപ്പിക്കുന്നതും അവൻ തന്നെ, സസ്യങ്ങളെ മുളപ്പിക്കുന്നവനും അവൻ തന്നെ, നിങ്ങൾക്ക് ആഹാരം തരുന്നതും അവൻ തന്നെയാണ്. എല്ലാം അവൻ തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? മനസ്സിലായോ? എന്നാൽ പിന്നെ ആ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ കീഴ്പ്പെട്ടോളണം, വഴിപ്പെട്ടോളണം. അവൻ പറയുന്നത് പോലെ കേട്ടോണം. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. അവൻ പറയുന്നത് പോലെ കേട്ടോണം. അവന്റെ സ്ഥാനത്ത് അവനോടൊപ്പം അവനല്ലാത്ത മറ്റൊരാളെ നിങ്ങൾ കൂട്ടുപിടിക്കരുത്. അവനോടൊപ്പം അവന്റെ സ്ഥാനത്ത് അവനല്ലാത്ത മറ്റൊരാളെ നിങ്ങൾ പങ്കുചേർക്കരുത് എന്ന് പറഞ്ഞാൽ ശിർക്ക് വെക്കരുതെന്നാണ് നമ്മൾ അർത്ഥം വെക്കാറുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശിർക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറഞ്ഞു പോരുന്ന തൗഹീദിന്റെ പാഠത്തിലെ ശിർക്ക് മാത്രമല്ല, അള്ളാഹുവിനെ അനുസരിക്കുക എന്ന പൊതുവായ തത്വത്തിന് വിധേയരാകേണ്ട ഈ അടിയാറുകൾ, അവന്റെ ആനുകൂല്യങ്ങളൊക്കെ ആവോളം ആസ്വദിച്ച് കഴിഞ്ഞുകൂടുന്ന ഈ അടിമകൾ അവനെ മാത്രം ആരാധിക്കണം, അവനെ മാത്രം വഴിപ്പെടണം, അവൻ പറയുന്നത് പോലെ മാത്രം കേൾക്കണം, അവനോടൊപ്പം മറ്റാരെയും നിങ്ങൾ കൂട്ടുപിടിക്കരുത്. നിങ്ങളുടെ ചങ്ങാതിമാര് പറഞ്ഞു എന്ന് വിചാരിച്ച് വൃത്തികേടുകളിലേക്ക് പോകരുത്. ഭാര്യമാര് നിർബന്ധിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും വേണ്ടാധീനങ്ങളിലേക്ക് പോകരുത്. സാഹചര്യം നിങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് വിചാരിച്ചിട്ട് പടച്ചവന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ ദിശയിൽ നിങ്ങൾ സഞ്ചരിക്കരുത്. ആര് പറഞ്ഞാലും തിരക്കേടില്ല. അള്ളാഹുവാണ് വലിയവൻ, അവനെയാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത്, അവന്റെ മുമ്പിലാണ് നിങ്ങൾ കീഴ്പ്പെടേണ്ടത്. അവനോടൊപ്പം വേറെ ഒന്നിനെയും നിങ്ങൾ ചേർക്കരുത്, പങ്കു ചേർക്കരുത്. വേറെ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. അങ്ങനെ പങ്കു ചേർത്താൽ നിങ്ങൾക്ക് അബദ്ധമുണ്ടാകും, നിങ്ങൾക്ക് അപകടമുണ്ടാകും. നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തിന്റെ ചരിത്രം ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ, അഥവാ നിങ്ങൾ നടക്കുന്നത് പോലെയുള്ള ഈ വഴിയിൽ നടന്നുപോയ ചില ആളുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആ പരിചയപ്പെടുത്തപ്പെടുന്ന ആളുകളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം. അവർ നടന്നതുപോലെ നടന്നാൽ നിങ്ങളും കുഴിയിൽ വീഴാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്കും അബദ്ധം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവായ നിലയിൽ ഞാനാണിതൊക്കെ നിങ്ങൾക്ക് തരുന്നത് എന്ന് നിങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും തരുന്നവനായ പടച്ചവൻ പറയുന്നത് പോലെ കേട്ടാൽ എന്താ കുഴപ്പം, കേൾക്കണ്ടേ എന്ന് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ആ സമ്മതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വൃത്താന്തങ്ങളുടെ വിശദാംശങ്ങളുമായിട്ടുള്ള വിശുദ്ധ വാക്യത്തെ നിങ്ങൾക്ക് വേണ്ടതുപോലെ ഓതിക്കൽപ്പിക്കുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾ വേറെ എങ്ങോട്ട് മാറി നടക്കരുത് കേട്ടോ, മാറി നടക്കരുത്. ഇനി എങ്ങോട്ട് മാറി നടന്നാൽ അവർക്ക് സംഭവിച്ചതുപോലെയുള്ള നാശം നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون لعن الذين كفروا. ഈ പറഞ്ഞതിൽ നിന്നും വിപരീതമായി വിരുദ്ധമായ ദിശയിൽ അള്ളാഹുൽ വിശ്വസിക്കുന്നതിന് പകരം അവനെ അവിശ്വസിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയ ഒരു വിഭാഗത്തിനുണ്ടായ ലഅനത്ത് നിങ്ങൾ കേൾക്കണം കേട്ടോ. ഖുർആൻ പറയുകയാണ്, അവർക്കുണ്ടായ ലഅനത്ത്, അവർക്കുണ്ടായ നാശം, കോപം, ഇതൊക്കെ നിങ്ങൾ കേൾക്കണം. ലുഇനല്ലദീന കഫറൂ, അവിശ്വാസി വിഭാഗം ശപിക്കപ്പെട്ടിരിക്കുന്നു. അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം, മുൻകഴിഞ്ഞ പ്രവാചകന്മാരിൽ പ്രമുഖരായ ദാവൂദ് അലൈഹിസ്സലാമയുടെ നാവിലൂടെ, ഈസ അലൈഹിസ്സലാമയുടെ നാവിലൂടെ, അതിനു മുമ്പ് നമ്മൾ സാലിഹ് നബിയുടെയും ഹൂദ് നബിയുടെയും അതുപോലെ മൂസ അലൈഹിസ്സലാമയുടെയും ഒക്കെ നാവിലൂടെ ശപിക്കപ്പെട്ട സമൂഹത്തിന്റെ വിഭാഗത്തിന്റെ ചരിത്രങ്ങൾ ഓതിക്കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി. ഈ നബിമാരുടെ നാവുകളിലൂടെ ഒക്കെ ശപിക്കപ്പെട്ട വിഭാഗത്തെ നിങ്ങൾ അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം.
എന്തുകൊണ്ടായിരുന്നു അപ്രകാരം അവർക്ക് നാശം വന്നത്, ശാപം വന്നത്, കോപമിറങ്ങിയത്? ഈ കോപം, ഈ നാശം, ഈ ശാപം അവർക്ക് ഇറങ്ങിയത് അല്ലാഹു തആല മനഃപൂർവ്വം ഒരു വിഭാഗത്തെ നശിപ്പിക്കാൻ വിചാരിച്ചിട്ടല്ല. ഒരു വിഭാഗത്തെ അള്ളാഹു മനഃപൂർവ്വം ഇല്ലായ്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അള്ളാഹു അങ്ങനെ ഒരു കാരണവശാലും ഒരാളോടും പെരുമാറുകയില്ല. എല്ലാവരോടും അള്ളാഹുവിന് കരുണയാണ്. വറഹ്മതി വസിഅത് കുല്ല ഷൈ. എല്ലാ വിഭാഗത്തെയും ബാധകമാകുന്ന രൂപത്തിൽ വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണ് ഞാൻ. ആരെയും ഞാൻ അങ്ങനെ നശിപ്പിക്കൂല. പിന്നെ എന്താണ് ഈ വിഭാഗം നശിപ്പിക്കപ്പെട്ടതെന്നറിയുമോ? അവർക്കൊരു വര വരച്ചു കൊടുത്തു, ജീവിതത്തിന് ഒരു വൃത്തമുണ്ടാക്കി കൊടുത്തു. അവർക്ക് ജീവിതത്തിന് വേണ്ടി പടച്ചവന്റെ ഭാഗത്തു നിന്നും ഒരു ചട്ടക്കൂട് പണിതു കൊടുത്തു. ആ ചട്ടക്കൂടിന്റെ വെളിയിലേക്ക് പോകരുത് എന്ന കൽപ്പനയും ഉണ്ടായി. കുറച്ചു കാലമൊക്കെ അതിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി താമസിച്ചു. പിന്നീട് സാഹചര്യങ്ങളുടെയും ചങ്ങാതിമാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ സമ്മർദ്ദത്തിനും അഴങ്ങിക്കൊണ്ട് അറിഞ്ഞും അറിയാതെയും കുറേശ്ശെ അങ്ങോട്ടങ്ങ് പോകാൻ തുടങ്ങി. കുറേശ്ശെ യഅ്തദൂൻ എന്ന് പറഞ്ഞാൽ അതിര് കവിഞ്ഞു എന്നാണ്, വരവിട്ട് കടന്നു എന്നാണ്, ഫൗളായി എന്നൊക്കെയാണ് അതിന് അർത്ഥം കൊടുക്കാൻ കഴിയുക. അങ്ങനെ അതിര് വിട്ട് കടന്ന അല്ലെങ്കിൽ മതിൽക്കെട്ടുകളെ പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടി വീണ ആ വിഭാഗം അവരുടെ ആ എടുത്തുചാട്ടത്തിൽ ആദ്യം സന്തോഷവും രസവും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പടച്ചവന്റെ ഭാഗത്തും അവർക്ക് കോപമുണ്ടായി, ശാപമുണ്ടായി. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ സമൂഹത്തിലെ പൊതുവെ ചിന്തിക്കുമ്പോൾ അല്പം ബുദ്ധിപരമായി പിന്നോക്കം നിൽക്കുന്ന ഇളം തലമുറ, ചെറുപ്പക്കാര്, യുവാക്കള്, യുവ മനസ്സുകൾ അവരുടെ ചോരത്തിളപ്പിന്റെ പേരിൽ ഇത്തരം വൃത്തികേടുകളിലേക്കൊക്കെ എടുത്തു ചാടുന്നത് കണ്ടപ്പോൾ അവരിലെ കാര്യഗൗരവമുള്ള രക്ഷകർത്താക്കളെന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള ബുദ്ധിയും പക്വതയും ഒക്കെ വന്ന നല്ല ആളുകള് അതിന്റെ നേരെ കയ്യും കെട്ടി മിണ്ടാതിരുന്നു. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ. ഇളം തലമുറക്കാരിൽ കണ്ടുപോരുന്ന ഈ വൃത്തികേടുകളുടെ നേരെ കണ്ണടച്ചു, മിണ്ടാതെ ഇരുന്നു. ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഒരു നാവ് കൊണ്ട് പറയലില്ല, കൈകൊണ്ട് തടയലില്ല. അവസാനം പോയപ്പോൾ മനസ്സുകൊണ്ട് വെറുക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ ലബിഅസ മാ കാനൂ യഫ്അലൂൻ. ഇതെത്ര കണ്ണിച്ചോരയില്ലായ്മയാണ്. ലബിഅസ മാ കാനൂ യഫ്അലൂൻ. ഇവർ ചെയ്യുന്നത് എത്ര മോശമായ പ്രവൃത്തിയാണ്. ഇത്രയും വലിയ നിസ്സംഗത. നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു അന്ധനായ മനുഷ്യൻ കണ്ണു കാണാത്തതിന്റെ പേരിൽ നടന്നു പോകുന്ന വഴിയിൽ കുഴിയിലേക്ക് വീണുമെന്ന് കണ്ടാൽ ആ കണ്ണു കാണാത്ത മനുഷ്യനോട് നിങ്ങൾക്കൊരു മനസാക്ഷി ഉണ്ടാകണ്ടേ? ഓടിപ്പോകണ്ടേ? അവന്റെ കൈക്ക് പിടിക്കണ്ടേ? നിൽക്ക് എന്ന് പറയണ്ടേ? എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? ലബിഅസ മാ കാനൂ യഫ്അലൂൻ. ഇവർ ചെയ്യുന്നത് എത്ര മനസാക്ഷിയില്ലായ്മയാണ്. ലബിഅസ മാ കാനൂ യഫ്അലൂൻ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര മോശം പണിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തിനെ ഇറങ്ങിയതിന് ശേഷം സഹാബത്തിനെ വിളിച്ചുകൂട്ടി. ഐഷ റളിയല്ലാഹു അൻഹ അവர்கள் പറയുന്നു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിലേക്ക് വന്നു. ഒരു ദിവസം വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് മുഖഭാവത്തിൽ നിന്നും എന്തോ ഒരു ഭയങ്കര സംഭവം ഉണ്ടായി എന്ന് തോന്നി. സാധാരണ പോലെയുള്ള വരവല്ല. എപ്പോഴും തങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്, പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് വരിക. തങ്ങൾ ഞങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളെ പോലെ ആകുമായിരുന്നു എന്ന് ആയിഷ ബീബി പറയുന്നു. കൊച്ചു കുട്ടികളെ പോലെ, നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം, നല്ല സംസാരം, നല്ല പുഞ്ചിരി, നല്ല മനസ്സ്. എന്നാൽ ഇന്നത്തെ ഈ വരവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മുഖഭാവത്തിൽ നിന്നും എന്തോ ഒരു ഭയങ്കര സംഭവം ഉണ്ടായിരിക്കുന്നു. തങ്ങൾ കടന്നു വന്നു. പതിവിന് വിപരീതമായ നിലയിൽ ആരോടും ഒന്നും മിണ്ടിയില്ല. ആരോടും ഒന്നും മിണ്ടാതെ തങ്ങൾ വുളൂ ചെയ്തു. അനന്തരം പള്ളിയിലേക്ക് പോയി. എൻ്റെ മനസ്സിൽ ആശങ്ക വർദ്ധിച്ചു. എന്താണാവോ സംഭവിച്ചത്? എന്താണാവോ സംഭവിക്കാൻ പോകുന്നത്? ഞാനും തങ്ങളുടെ പിന്നാലെ മെല്ലെ പോയി. പമ്മി ഞാനും പിന്നാലെ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ മിമ്പറിന്റെ പരിസരത്തേക്ക് വന്നു. ഉള്ള സഹാബാക്കളോടെല്ലാം കൂടിയിരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. തങ്ങൾ മിമ്പറിൽ കയറിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ആശങ്ക വർദ്ധിച്ചു. ഞാൻ വീട്ടിന്റെ പരിസരത്ത് ചുമരിൽ എൻ്റെ കാതിങ്ങനെ ചേർത്ത് വെച്ചു, തങ്ങൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കേൾക്കാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ജനങ്ങളെ സംബോധന ചെയ്തു. അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, മുറൂ ബിൽ മഅറൂഫ് വനഹു അനിൽ മുൻകർ. നിങ്ങൾ നന്മയെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക, തിന്മയെ തടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഒരു കാലം വരുന്നതിന് മുമ്പായി എന്ന് പറഞ്ഞാൽ ആ കാലം വന്നു കഴിഞ്ഞാൽ നിങ്ങളിലെ പുണ്യവാളന്മാർ പടച്ചവനോട് പ്രാർത്ഥിക്കും, സഹായം തേടും. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കൂല. നിങ്ങളിലെ നല്ല ആളുകൾ അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു കേൾക്കുകയില്ല. അങ്ങനത്തെ ഒരു കാലം വരും എന്ന് പറഞ്ഞാൽ
നിങ്ങളെ ആർക്കും വേണ്ടാണ്ടാകും, പടച്ചവനും വേണ്ട, പടപ്പുകൾക്കും വേണ്ടാത്ത ഒരവസ്ഥാവിശേഷത്തിലേക്ക് അത്രയേറെ നിങ്ങൾ അധപ്പതനത്തിന്റെ പടുകുഴിയിൽ ആപതിക്കുകയും ആണ്ടുപോവുകയും ചെയ്യും. നിങ്ങൾ അത്രയേറെ ദുഷ്ടന്മാരും ദുഷിച്ചവരുമായി മാറുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു. ആ കാലഘട്ടം സംജാതമാകുന്നതിന് മുമ്പേ നിങ്ങൾ നന്മയെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കണേ, തിന്മയെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കണേ. അക്രമകാരികളുടെ കൈക്ക് പിടിക്കുകയും അവനെ നന്മയിലേക്ക് വലിച്ചടിപ്പിക്കുകയും ചെയ്യണമേ. ഈ ഹദീസിന്റെ പ്രയോഗം പ്രിയമുള്ളവർ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മഗ്ഫിറത്തിന്റെ 10ലേക്ക് കാലെടുത്ത് വെക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾ മനസ്സിരുത്തി വായിക്കേണ്ടതാണ്. വെറുതെ പ്രസംഗിച്ച് തീർത്തിട്ട് നമ്മുടെ ദിവസവും സമയം കഴിച്ചുകൂട്ടിയാൽ പോരാ. മുറൂബിൽ മഅറൂഫ്, നിങ്ങൾ നന്മയെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം, തിന്മയെ തടഞ്ഞുകൊണ്ടിരിക്കുകയും വേണം. മാത്രമല്ല അക്രമകാരികളുടെ കൈക്ക് പിടിക്കുകയും അവനെ നല്ല വഴിയിലേക്ക് വലിച്ചടിപ്പിക്കുകയും വേണം. വല തഅതുറുന്നഹു അലൽ ഹഖ് അത്ര. പദപ്രയോഗം അങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. അവന്റെ കൈക്ക് പിടിച്ച് നന്മയിലേക്ക് അവനെ പിടിച്ചടിപ്പിക്കണം. വെറുതെ വിടരുത്. വരും പോലെ ആകട്ടെ എന്ന് വിചാരിക്കരുത്, ആവും പോലെ ആകട്ടെ എന്ന് കരുതുകയും അരുത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു വിപത്ത് വരാൻ പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതും മുന്നറിയിപ്പ് നൽകി. മറ്റൊന്നും മിണ്ടാതെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്നും ഇറങ്ങുകയും തങ്ങൾ പിരിഞ്ഞു പോവുകയും ചെയ്തു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവர்கள் പറയുന്നു. എന്നിട്ട് ആ വാക്കിനോടൊപ്പം ആ വാക്കുകളുടെ ഗൗരവത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് വ്യാഖ്യാനിച്ചു കൊടുത്തു, വിശദീകരിച്ചു കൊടുത്തു. ഒരു പക്ഷേ ഈ നിലയിൽ നിങ്ങൾ ചെയ്യാതിരിക്കുകയും നിങ്ങളിലെ കുറ്റവാളികളും മോശപ്പെട്ട ആളുകളും അവരുടെ ആ ദുഷ്ടകൃത്യങ്ങളിൽ തന്നെ കഴിഞ്ഞുകൂടുകയും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഭാഗത്ത് മാറി നടക്കുകയും ചെയ്താൽ താമസിയാതെ നിങ്ങളുടെ രണ്ട് വിഭാഗത്തിന്റെയും മനസ്സിനെ തമ്മിൽ അല്ലാഹു തആല ചേർത്ത് കളയുന്നതാണ്. നന്മ ചെയ്തവരുടെയും തിന്മ ചെയ്തവരുടെയും ഹൃദയത്തെ അല്ലാഹു തആല കോർത്തിണക്കി കളയും. പിന്നെ നല്ലവനാരാ ചീത്തയാരാ എന്ന് തിരിച്ചറിയൂല. നല്ലവനാരാ ചീത്തയാരാ എന്ന് തിരിച്ചറിയൂല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലേറ്റായി പോയത്, നമ്മളവിടെ പണിയെടുക്കുന്ന മറ്റ് സ്റ്റേറ്റിലുള്ള ആളുകളാണ്. മറ്റുള്ള സ്റ്റേറ്റിലുള്ള ഒരാൾ ഓടി വന്നിട്ട് കുറേ വിഷയങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ മറ്റാളെ കുറിച്ച് കുറ്റം പറയാണ്. അപ്പോൾ അവൻ പറയാം, മൈ തോ പീതാ ഹോ ആപ് തോ മാലൂം ഹേ, റോസ് മൈ പീ കെ ആത്താ ഹോ ഓ തോ ആപ് മാലൂം ഹേ, ലേക്കിൻ യേ തോ പീ കർ ക്യാ ക്യാ കരാ ഹേ. ഓടി വന്നിട്ട് അവൻ ചോദിക്കും, അവൻ പറയാം, ഞാൻ എല്ലാ ദിവസവും കുടിക്കുന്നുണ്ട്, ശരിയാണ്, ഞാൻ എല്ലാ ദിവസവും കുടിച്ചിട്ട് വരുന്നത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം, ഞാൻ കുടിച്ചിട്ട് പക്ഷെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ ഇവൻ കുടിച്ചിട്ട് എന്താ, ഉമാര് കുടിച്ചിട്ട് എന്താ ചെയ്തത്? സമൂഹത്തിന്റെ അവസ്ഥ ഞാൻ പറയാം. ഞാൻ വേറെ ഒരിക്കൽ എൻ്റെ ഒരു അനുഭവം ഉണ്ടായി. അയാളുടെ ജ്യേഷ്ഠനെ നന്നാക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്നെ സമീപിച്ചു. അയാളുടെ ജ്യേഷ്ഠനെ നന്നാക്കണം, മദ്യപാനിയാണ്, പൂർണ്ണമായും മദ്യത്തിലാണ്. ഒന്ന് വിളിച്ച് ഉപദേശിച്ച് നന്നാക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ഈ സഹോദരൻ പറഞ്ഞ പ്രയോഗം, ഒരു പക്ഷേ അയാൾ പോലും പറഞ്ഞത് എന്നോടാന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല, ഞാനാണല്ലോ ആള്, അങ്ങനെ വിചാരിച്ചിട്ടില്ല, അറിയാണ്ട് പറഞ്ഞു പോയതായിരിക്കും. അയാൾ പറഞ്ഞു, ഉസ്താദ് ഇതെന്തോ ഒരു കുടിയാന്ന്. കുടിയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും കുടിക്കുന്നുണ്ടല്ലോ, എന്നാൽ ഇതെന്തോ ഒരു കുടിയാ പടച്ചോനെ, ഇതൊരു വല്ലാത്ത കുടിയ. ആ സഹോദരൻ്റെ വാക്കവൾ ആലോചിച്ച് നോക്കിയ അല്ലേ? എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ മുമ്പ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയതുപോലെ മനുഷ്യര് ചെറിയ ചെറിയ കർമ്മങ്ങളിൽ ദുഷിപ്പുകൾ കാണുമ്പോൾ അതിനെതിരെ കൈകൊണ്ട് പ്രതികരിക്കേണ്ടടുത്ത് കൈകൊണ്ട് പ്രതികരിക്കാതിരുന്നാൽ, നാവ് കൊണ്ട് പ്രതികരിക്കേണ്ടടുത്ത് നാവ് കൊണ്ട് പ്രതികരിക്കാതിരുന്നാൽ, മനസ്സുകൊണ്ട് വെറുക്കേണ്ടടുത്ത് വെറുക്കാതിരിക്കുകയും ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൂക്ഷിച്ചുകൊള്ളുക, നന്മ ചെയ്തവരുടെയും തിന്മ ചെയ്തവരുടെയും ഹൃദയങ്ങൾ തമ്മിൽ കലർന്നു പോകും. ലുഇനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മാഇദയുടെ വചനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനന്തരം സഹാബക്കൾക്ക് ഓതിക്കേൾപ്പിച്ചു കൊടുത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, സമുദായമേ, സൂറത്തുൽ ബഖറയിൽ ആരംഭിച്ച് ബാക്കിയുള്ള അധ്യായ വരികളിലൂടെ ആവർത്തിക്കുകയും തുടർന്നു പോവുകയും ചെയ്യുന്ന ഇത്തരം പാഠഭാഗങ്ങൾ വായിച്ചു പഠിക്കാനുള്ള നാളാണ് വിശുദ്ധ റമളാൻ. ഈ നാളുകളിൽ അതിനെ വായിച്ചു പഠിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ നടക്കുകയും നരകത്തിൽ ചെന്നെത്തുകയും ചെയ്ത വിഭാഗത്തിന് വന്നുപോയ അബദ്ധങ്ങളെ തിരിച്ചറിയുകയും നമുക്കത് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ പശ്ചാത്തപിക്കാൻ മുതിരുകയും ചെയ്യേണ്ട നാളുകളാണ് മഗ്ഫിറത്തിന്റെ 10 ദിവസം. അള്ളാഹു അതിൽ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്നും ഒരുപാട് കുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ട്, തെറ്റുകൾ വന്നുപോയിട്ടുണ്ട്, അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. നമ്മളുടെ കൺമുമ്പിൽ അത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും വേണ്ടാദീനങ്ങളും ഒക്കെ ഒരുപാട് നടമാടുകയും ചെയ്യുന്നുണ്ട്. റമളാനാണ്, പുണ്യനാളാണ്. ആദ്യമായി നമ്മൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക, ഖേദത്തോടുകൂടി മടങ്ങുകയും ചെയ്യുക. ഇനി മേലിൽ അത്തരം പാപകർമ്മങ്ങളിലേക്ക് തിരിഞ്ഞു പോകാതിരിക്കുമെന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുക. തുടർന്ന് നമ്മളുടെ കൂട്ടത്തിലുള്ളവർ, നമ്മളുടെ കുടുംബത്തിലുള്ളവർ, നമുക്ക് ചുറ്റുമുള്ളവർ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നുവെങ്കിൽ അവരിലേക്ക് നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കുക. നല്ല വാക്കുകളിലൂടെ, നല്ല പെരുമാറ്റത്തിലൂടെ, നല്ല സമീപനത്തിലൂടെ അവൻ്റെ മനസ്സിനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക.
നമ്മൾ കൂട്ടായ നിലയിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ ആശിച്ചുകൊണ്ട് ഇപ്രകാരം ചെയ്തുകൊണ്ടേയിരുന്നാൽ തീർച്ചയായും അള്ളാഹു കാരുണ്യവാനാണ്, റഹ്മത്തുള്ളവനാണ്. അവന്റെ റഹ്മത്തും കാരുണ്യവും ഒരിക്കലും നിലച്ചു പോവുകയില്ല, നിഷേധിക്കപ്പെടുകയില്ല. അതിൽ നിന്ന് നമ്മൾ നിരാശരാകേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് റഹ്മത്തിന്റെ 10 ദിവസത്തെ ഉപയോഗപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മഗ്ഫിറത്തിന്റെ 10 നാളുകളെ നന്നായി ഉപയോഗപ്പെടുത്താനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, നല്ല അമലുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക, ഖുർആൻ ഓതുക, ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാറും സലാത്തും വർദ്ധിപ്പിക്കുക. ജനങ്ങളുമായുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ വന്നുപോയ അബദ്ധങ്ങളൊക്കെ പൊരുത്തപ്പെടിക്കാൻ ശ്രമിക്കുക. ഉമ്മവാപ്പമാരോട്, സഹോദരങ്ങളോട്, അയൽവാസികളോട്, ബന്ധുമിത്രാദികളോട് നല്ല നിലയിൽ പെരുമാറി അവരുടെ ഭാഗത്തുനിന്നുള്ള പൊരുത്തവും ഗുരുത്വവും വാങ്ങിയെടുക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിന്റെ അടിമകൾക്ക് സാധിക്കുന്ന അത്ര ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നല്ല കാര്യങ്ങളിൽ നമ്മൾ എല്ലാ രംഗത്തും മുൻപന്തിയിലാകണം. ഒരാളെയും ഉപദ്രവിക്കുന്നതിൽ നമ്മൾ ഒരു കാരണവശാലും ബന്ധം പുലർത്തരുത്. നാവ് കൊണ്ട് ആരെയും നമ്മൾ ഉപദേശിക്കരുത്, കൈകാലുകളെ ആരെയും ഉപദ്രവിക്കരുത്. നാവ് കൊണ്ട് ആരെയും നമ്മൾ ഉപദ്രവിക്കരുത്, കൈകാലുകളെ കൊണ്ട് ആരെയും നമ്മൾ ഉപദ്രവിക്കരുത്. നമ്മളെ കൊണ്ട് ആർക്കും ഒരു ഇടങ്ങേറും ഉണ്ടാകരുത്. അങ്ങനെ സ്വയം അള്ളാഹുവിന്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്ന അടിമയാകാനുള്ള ശ്രമങ്ങളിൽ തന്നെ നമ്മളുടെ സമയത്തെയും അധ്വാനത്തെയും വിനിയോഗിക്കണം. മറ്റടിമകൾക്ക് നമ്മളെ കൊണ്ട് അനുഗ്രഹവും ഉപകാരവും ഉണ്ടാകുന്ന നിലയിൽ നമ്മൾ പെരുമാറ്റം ശീലിക്കുകയും വേണം. അതിനൊക്കെ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തണം. ആ രംഗത്ത് വന്നുപോയ അബദ്ധങ്ങളൊക്കെ പൂർണ്ണമായ നിലയിൽ കഴുകി വൃത്തിയാക്കുവാനും ശുദ്ധിയാക്കുവാനും വേണ്ടി വരുന്ന നാളുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم على رسولك سيدنا ونبينا ومولانا محمد وعلى آل سيدنا ونبينا ومولانا محمد وبارك وسلم عليه. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا شقيا ولا مطرودا ولا محروما. اللهم وفقنا لما تحبه وترضى واجعل آخرتنا خيرا من الأولى فكفر عنا سيئاتنا وتوفنا مع الأبرار. അർഹമർ റഹീമീനായ അല്ലാഹുവേ, കരുണയുള്ള പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ മാപ്പാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാനിൻ്റെ വെളിച്ചം തരണേ അല്ലാഹ്. ഹിദായത്ത് തരണേ അല്ലാഹ്. ഖശിയത്ത് തരണേ പടച്ചവനെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നല്ല ഗുണങ്ങളെ കൊണ്ട് അലങ്കരിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നല്ല ഗുണങ്ങളെ കൊണ്ട് അലങ്കരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ തഖ്വയുള്ളവരാക്കണേ അല്ലാഹ്. ഖശിയത്തുള്ളവരാക്കണേ അല്ലാഹ്. തവക്കലും സബറുമുള്ളവരാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇത്തിബാഇൻ്റെ സൗഭാഗ്യം തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റി ജീവിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. തങ്ങളുടെ സുന്നത്തുകളെ പരിപൂർണമായി ഉൾക്കൊള്ളാൻ തൗഫീഖ് തരണേ പടച്ചവനെ. ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ തൗഫീഖ് തരണേ പടച്ചവനെ. അല്ലാഹുവേ, നിൻ്റെ കൽപ്പനകൾക്ക് വിപരീതമായുള്ള കാര്യത്തിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. നിൻ്റെ കോപത്തിൻ്റെ വഴിയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. പെട്ടുപോകാതെ ഞങ്ങളെ നീ കാത്തു സൂക്ഷിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ സന്തതികളെയും കാത്തുരക്ഷിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പുതിയ തലമുറയെ നേരായ വഴിയിൽ നയിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വളർന്നു വരുന്ന ഞങ്ങളുടെ മക്കളെ നീ നേരായ വഴിയിൽ നയിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, തഖ്വയുടെ വഴിയിൽ നയിക്കണേ അല്ലാഹ്. ദീനിൻ്റെ വഴിയിൽ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ദീനിയായ സ്വഭാവം കൊണ്ട് ഞങ്ങളുടെ മക്കളെ നീ അലങ്കരിക്കണേ പടച്ചവനെ. എല്ലാവിധ ദുസ്വഭാവങ്ങളിൽ നിന്നും ദുശ്ശീലങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ദുർഗുണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഉള്ളും പുറവും നീ നന്നാക്കി താ പടച്ചവനെ. ഞങ്ങളുടെ ഉള്ളും പുറവും നീ നന്നാക്കി താ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ വശങ്ങളെയും നീ അറിയുന്നല്ലോ പടച്ചവനെ. നീയല്ലാതെ വേറെ ആരും അറിയുകയുമില്ല തമ്പുരാനെ. നീ ഞങ്ങളെ മഖ്ബൂലിങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ സ്വീകരിക്കുന്ന നിലയിൽ ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ വളർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെയും വളർത്തണേ തമ്പുരാനെ. റഹ്മർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങൾക്ക് നിൻ്റെ റഹ്മത്ത് തരണേ അല്ലാഹ്. നിൻ്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നസീബാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നസീബാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ 10 ദിവസങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. വരാൻ പോകുന്ന ദിവസങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടം സംഭവിക്കാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ അലസത കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടം വരാതെ കാക്കണേ തമ്പുരാനെ.
അള്ളാഹുവെ ഞങ്ങളെ ഷഖിയ മഹറൂമുകളാക്കല്ലേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളെ സ്വാദാക്കളിൽ പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളെയും കൂട്ടുകുടുംബാദികളെയും സഹോദരി സഹോദരന്മാരെയും ഭാഗ്യവാന്മാരാക്കണേ പടച്ചവനെ. അള്ളാഹുവേ ഞങ്ങളുടെ പാവങ്ങൾക്ക് നീ പൂർണ്ണമായ മഗ്ഫിറത്ത് തരണേ അല്ലാഹ്. പൂർണ്ണമായ തൗബ ഞങ്ങൾക്ക് നസീബാക്കണേ പടച്ചവനെ. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ പാവങ്ങളിലേക്ക് മടങ്ങാതെ കാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളെ തെറ്റുകുറ്റങ്ങളിലേക്ക് തിരിച്ചയക്കാതെ നീ ഞങ്ങളെ കാത്തുകൊള്ളണേ തമ്പുരാനെ. റഹ്മറാഹിമീനായ അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തെ നന്നാക്കി താ അല്ലാഹ്. ഞങ്ങളുടെ മരണവും നല്ല നിലയിലാക്കി തരണേ പടച്ചവനെ. ഞങ്ങളുടെ മരണവും നല്ല നിലയിലാക്കി തരണേ അല്ലാഹ്. ഈമാനോടുകൂടി ഞങ്ങൾക്ക് മരണം തരണേ പടച്ചവനെ. മരണാനന്തരം ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണേ പടച്ചവനെ. അള്ളാഹുവെ ഖബറിൽ നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഹഷറിൽ നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അവസാനം ഞങ്ങളെല്ലാവരെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ പടച്ചവനെ. ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. റഹ്മറാഹിമീനായ അള്ളാഹുവെ ഞങ്ങളിൽ പലരും രോഗികളാണല്ലാ. ഞങ്ങളുടെ രോഗങ്ങളെ ഷിഫാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങളെ ഷിഫാക്കി തരണേ അല്ലാ. ഞങ്ങളിൽപ്പെട്ട രോഗികൾക്ക് നീ ഷിഫ നൽകണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളിൽ കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങളെ നീ തീർത്തുതാ പടച്ചവനെ. കടങ്ങളെ നീ തീർത്തുതാ പടച്ചവനെ. അള്ളാഹുവെ ജീവിത പ്രയാസങ്ങളെ ദൂരീകരിച്ച് തരണേ അല്ലാ. ദാരിദ്ര്യത്തെ പരിഹരിച്ച് തരണേ അല്ലാ. ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ തീർത്ത് തരണേ പടച്ചവനെ. പ്രാരാബ്ദങ്ങളെ തീർത്ത് തരണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങൾ പെട്ടുപോയ എല്ലാ വിഷമങ്ങളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണേ പടച്ചവനെ. ഗൈബിയായ നുസ്രത്ത് കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ പടച്ചവനെ. നിന്റെ സഹായം ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നീ ഞങ്ങളെ സഹായിക്കണേ പടച്ചവനെ. ഞങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ നല്ല നിലയിൽ നടത്തിത്തരണേ അല്ലാ. ഞങ്ങളിലേക്ക് നീ ഒന്നും ഏൽപ്പിക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ കാര്യങ്ങളൊന്നും കുഴഞ്ഞു പോകാതെ നീ കാക്കണേ പടച്ചവനെ. എല്ലാ കാര്യങ്ങളെയും ഖൈറായ നിലയിൽ നീ നടത്തിത്താ പടച്ചവനെ. സന്തോഷകരമായ നിലയിൽ ഞങ്ങളുടെ കാര്യങ്ങളെ പൂർത്തിയാക്കിത്താ പടച്ചവനെ. അള്ളാഹുവെ വീടില്ലാതെ വലയുന്നവർക്ക് നീ വീട് കൊടുക്കണേ തമ്പുരാനെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നീ മക്കളെ കൊടുക്കണേ പടച്ചവനെ. വിവാഹപ്രായം എത്തിയവർക്ക് നീ നല്ല ബന്ധങ്ങൾ കൊടുക്കണേ പടച്ചവനെ. എല്ലാ ഹലാലായ മുറാദുകളും ഞങ്ങൾക്ക് ഹാസിലാക്കി തരണേ പടച്ചവനെ. എല്ലാ മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ പടച്ചവനെ. അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടാളികളെയും കാത്തുരക്ഷിക്കണേ പടച്ചവനെ. റഹ്മറാഹിമീനായ അള്ളാഹുവെ നിന്റെ മഹ്ദ് ഫദ്ലുകൊണ്ട് ഞങ്ങളുടെ ഈ ദുആക്കളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ربنا تقبل منا ما كان صالحا واصلح لنا ما كان فاسدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولوالدينا ربنا ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.